ഹല്ലേലൂയ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു വിഷയം വളരെ പ്രായോഗികമായ ഒരു വിഷയമാണ്. യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ, അത് ഒരു പരിധിവരെ പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ ഒരു ശിഷ്യൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നും എങ്ങനെയുള്ളതായിരിക്കണമെന്നും നമ്മളെ വ്യക്തമാക്കുന്നതായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്. അവിടെ അനുഗ്രഹ വചനങ്ങൾ നമ്മൾ ആദ്യം കാണുന്നുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അവൻ ആരാണ്, എന്നാൽ പിന്നീട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവൻ ആരാണ് എന്ന് തന്നെയല്ല, അവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച യേശു കർത്താവിൻ്റെ ഒരു ശിഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ കണ്ടത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ വ്യത്യസ്തരായിരിക്കണം, എല്ലാ തരത്തിലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മൾ ജാതികളെ പോലെ ആകരുത്, നമ്മൾ പരീശന്മാരെ പോലെ ആകരുത്, നമ്മൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ശാസ്ത്രിമാരെ പോലെ എങ്ങനെ, അല്ലെങ്കിൽ ശാസ്ത്രിമാരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ഇന്ന് എങ്ങനെയൊക്കെ നാം പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് പഠിക്കാനായിട്ടാണ് നമ്മൾ അല്പസമയം ചെലവഴിക്കുന്നത്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. വി ആർ എ സെപ്പറേറ്റ് പീപ്പിൾ. നമ്മൾ നേരത്തെ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ജനമാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മളുടെ വേർപാട് കൃത്യമാകുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ വേർപെടുന്നത്, എന്തിൽ നിന്നാണ് നമ്മൾ വേർപെടുന്നത്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഈ 5-ാം അധ്യായം തീരുമ്പോൾ അവിടെ കാണുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. നമ്മുടെ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നത് പോലെ, പ്യുവർ ആയിരിക്കുന്നത് പോലെ, എപ്രകാരം സ്വർഗസ്ഥ പിതാവ് പരിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ നമ്മളെങ്ങനെ ആയിരിക്കണം? പെർഫെക്റ്റ് ആകണം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശാസ്ത്രിമാരിൽ നിന്നും പരീശന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വ്യത്യസ്തരാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവ് എപ്രകാരം പെർഫെക്റ്റ് ആണോ അതുപോലെ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയാണ്. ആ പെർഫെക്ഷനിലേക്കുള്ള യാത്രയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട സെപ്പറേഷൻ എന്തിൽ നിന്നൊക്കെയാണ്? ശാസ്ത്രിമാരിൽ നിന്നും പരീശന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും. ശാസ്ത്രിമാരിൽ നിന്ന് എപ്രകാരം വേർപെട്ടിരിക്കണമെന്ന് പറയുമ്പോൾ നിയമം അവരെങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം എങ്ങനെ മാറ്റിമറിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നുള്ളതിനേക്കാൾ ശാസ്ത്രിമാരെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ വ്യാവഹാരിക ലോകത്ത്, നമ്മുടെ പ്രസൻറ്റ് വേൾഡിൽ, നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളെങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മളെങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അത് തുടങ്ങുമ്പോൾ തന്നെ കൊല ചെയ്യരുത്, നമ്മളവിടെ ഓരോ ഭാഗങ്ങളവിടെ വായിക്കുമ്പോഴത്തേക്ക് കൊല ചെയ്യരുത്, സഹോദരനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നിഷേധിക്കരുത്, അല്ലെങ്കിൽ ആ ബന്ധം നമ്മൾ സൂക്ഷിക്കണം, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്, ശത്രുക്കളെ സ്നേഹിക്കണം. ഇതിൻ്റെ എല്ലാ റിലേഷൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഓൾ ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ, റൈറ്റ്? ഒരു ശിഷ്യൻ നമ്മളുടെ മാനുഷിക ബന്ധത്തിൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ എപ്രകാരം ഡിഫറൻ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്, ഇല്ലേ? അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മാനുഷികത ഉണ്ടാകാൻ പാടില്ല. പ്രത്യുത നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവികമായി, നമ്മൾ ശിഷ്യനായതുകൊണ്ട് ഒരു ദൈവികമായ ജീവിതം വേണം. അഥവാ ആ ദൈവികമായ ജീവിതം നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് പ്രവൃത്തിയിൽ മാത്രം പോരാ, ആക്ച്വൽ വേൾഡിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ. കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വേൾഡിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ കൊലപാതകം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അത്രയും മതിയെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. കൊല ചെയ്യരുത്, കൊല ചെയ്തു കഴിഞ്ഞാൽ നീ ന്യായവിസ്താര സഭയിൽ അല്ലെങ്കിൽ ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരും. പക്ഷേ കർത്താവ് പറഞ്ഞു കൊല ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, സഹോദരനോട് കോപിക്കുന്നവനും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, ന്യായാധിപ സഭയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ കൊലപാതകവും സഹോദരനോട് കോപിക്കുന്നതും ഒരേ തെറ്റായിട്ടാണ് അവിടെ പറയുന്നത്. രണ്ടിനും ശിക്ഷ ഒന്നാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി മാത്രം നോക്കിയാൽ പോരാ, എന്തുകൂടെ ചെയ്യണം? അതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്താണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് കൊല ചെയ്യുന്നത്? ആരും ചുമ്മാ പോയി കൊല്ലത്തൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്ന കൂട്ടത്തിൽ എന്നാൽ ഇവനെ ഞാൻ കൊന്നേക്കാം എന്ന് പറഞ്ഞ് കൊല്ലുമോ? നിങ്ങൾ ആരെങ്കിലും ചുമ്മാ അങ്ങോട്ട് പോയി ഇവനെ കൊന്നേക്കാം അല്ലേ എന്ന് ചിന്തിച്ച് ആരെങ്കിലും കൊല്ലുമോ? ഇല്ല. കൊല്ലണമെങ്കിൽ എന്തുണ്ട്?
അതിൻ്റെ പിന്നിൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷനുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, കൊല എന്ന് ആക്ച്വൽ വേൾഡിൽ നടക്കുന്ന കാര്യം മാത്രമല്ല പ്രശ്നം, അതിൻ്റെ പിന്നിൽ അതിന് ചേതോവികാരമായി നിങ്ങളുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നതായ വികാരം എന്താണ്? കോപം. അപ്പോൾ നിങ്ങൾ കോപിച്ചാൽ എന്താണ്? കൊലപാതകം നടത്തുന്നതിന് തുല്യമായ തെറ്റാണ്. അത്രയും വരെയൊക്കെ എങ്ങനെയെങ്കിലും നോക്കാം, വലിയ കുഴപ്പമില്ലെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുക, പക്ഷേ നിങ്ങൾ എന്താ കോപിക്കുന്നത്? കോപിക്കുന്നതുകൊണ്ടാണ് കൊല്ലുന്നത്, ഇല്ലേ? കൊല്ലുന്നത് കോപിക്കുന്നത് കൊണ്ടാണെങ്കിൽ കോപിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേക്കുറിച്ച് ഞാൻ അത്രയും ആലോചിച്ചില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ് കോപിക്കുന്നതിനും കാരണമുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കോപിക്കുന്നത്, അഥവാ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നതിന് പ്രേരണ എന്താണ്? എൻ്റെ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്താണ്? വാട്ട് ഈസ് മൈ മോട്ടിവേഷൻ ബിഹൈൻഡ് മൈ മോട്ടിവേഷൻ? ഞാൻ കോപിക്കുന്നതിൻ്റെ കാരണം അവൻ നിസ്സാരനാണ്, അവൻ അഗ്ലിയാണെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതാണ്, അവന് എൻ്റെ സഹോദരനാകാൻ കൊള്ളാവുന്നവനല്ല. ഈസ് നോട്ട് ഗുഡ്, ഈസ് നോട്ട് വർത്തി ടു ബി കോൾഡ് ആസ് മൈ ബ്രദർ. അതുകൊണ്ടെന്താണ് എനിക്ക് അവനോട് കോപം. അപ്പോൾ കോപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അഹങ്കാരമാണ്. അഹങ്കാരിയല്ലാത്ത ഒരാളും കോപിക്കത്തില്ല. കണ്ടോ? അപ്പോൾ മോട്ടിവേഷൻ ബിഹൈൻഡ് മോട്ടിവേഷൻ നോക്കുക. കാര്യം എന്താണെന്നറിയാമോ? സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റിയിലേക്ക് വളരണമെങ്കിൽ പ്രവൃത്തിയിലെ പ്യൂരിറ്റി മാത്രം പോരാ, പ്രവൃത്തിക്ക് പിന്നിലെ മോട്ടിവേഷൻ്റെ പ്യൂരിറ്റി മാത്രം പോരാ, മോട്ടിവേഷൻ്റെ പിന്നിലെ മോട്ടിവേഷനിലേക്ക് പോകണം. പിന്നെയും കർത്താവ് പറയുകയാണ്, സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും. അപ്പം പുറകിലോട്ട് പോകുന്തോറും ശിക്ഷ കൂടിക്കൂടി വരിക. ആദ്യം ലോക്കൽ കോർട്ടിലെ കാര്യമാണ് പറയുന്നത്. നീ ജഡ്ജ്മെൻറ്റിന് അല്ലെങ്കിൽ കോമൺ ജഡ്ജ്മെൻറ്റ് അഥവാ നമ്മുടെ മുനിസിപ്പൽ കോർട്ടിൽ നിനക്ക് ഒരുപക്ഷെ ശിക്ഷ ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ പിന്നെ പറയുക, കോപത്തിൻ്റെ പിന്നിൽ അഹങ്കാരം കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെ വരെ പോകേണ്ടി വരും? ഹൈക്കോർട്ട് വരെ പോകേണ്ടി വരും, ന്യായവിസ്താര സഭയിൽ. ശരി, അപ്പം പിന്നെയും കഷ്ടമാണല്ലോ. കാര്യം പുറകോട്ട് പോവുകയാണ്. ഇതിന് കർത്താവ് പറയുക, എന്തുകൊണ്ടാണ് അവനെ നിസാര എന്ന് വിളിക്കാൻ കാരണം? കാരണം നിൻ്റെ ചിന്ത അവൻ വിഡ്ഢിയാണെന്നാണ്. യു തിങ്ക് ഹി ഈസ് എ ഫൂൾ. അവൻ ഫൂളാണോ ഇല്ലയോ എന്നുള്ളതല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ നോക്കുക. അപ്പോൾ നിൻ്റെ അഹങ്കാരത്തിന് കാരണം എന്താണ്? നീ വലിയവനും അവൻ വിഡ്ഢിയുമാണെന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടാണ്. വിഡ്ഢി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്, ഫൂൾ എന്ന് പറയുന്നത് കുറേ കൂടെ ആഴമുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഹീ ഈസ് മോറലി നോട്ട് അപ്രൈറ്റ് എന്നുള്ളതാണ്. അവൻ എൻ്റെ നീതിയില്ല, അവൻ എന്നെപ്പോലെ നീതിമാനല്ല, അവൻ മോറലി ഫൂളാണ്. തന്നെ നീതീകരിക്കുവാൻ ഇഷ്ടപ്പെട്ടവനായ പരീശൻ നിന്നുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്? കർത്താവെ, ഞാൻ നീതിമാനാണെന്ന് തന്നെയല്ല, അവൻ നീതിമാനല്ലെന്നും കൂടെയാണ്. അതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. ഞാൻ നീതിമാനല്ലെന്നല്ല, എന്താണ്? ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ പിന്നെയും പുറകോട്ട് പോവുകയാണ്. Now what we see, what is our motivation behind the motivation of our motivation? അങ്ങനെ വരുമ്പോഴത്തേക്ക് ശിക്ഷ പിന്നെയും കൂടുകയാണ്. എന്താ? മുനിസിപ്പൽ കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് പോയി, ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോയി, അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. ഇപ്പം കൊലപാതകത്തിന് കോമൺ കോർട്ടിലാണെങ്കിൽ ഒടുവിൽ കണ്ടം ചെയ്യുമ്പോൾ, വിധിക്കുമ്പോൾ, അഥവാ ഞാൻ മറ്റൊരാളെ എന്താണ് മോറലി ഫൂളാണെന്ന് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി നരകത്തിന്. നമുക്കാണെങ്കിൽ തിരിച്ചാണ് വരുന്നത്. നമുക്കാണെങ്കിൽ മറ്റെന്ത് ചെയ്താലും പ്രശ്നമില്ല. അവസാനം എന്ത് മാത്രം നടക്കാൻ പാടില്ല? കൊല എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം നടക്കാൻ പാടില്ല, ബാക്കി എന്ത് വേണമെങ്കിലും നടക്കാം. ഇപ്പോൾ സോ വി ഗോ ബാക്ക്. ആൻഡ് കർത്താവോടെ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സൽഗുണപൂർണ്ണനാകണമെങ്കിൽ പ്രവൃത്തിയിൽ മാത്രം പ്യുവറായാൽ പോരാ, പ്രവൃത്തിയുടെ പിന്നിലെ മോട്ടിവേഷൻ പ്യുവർ ആയാൽ പോരാ, അതിൻ്റെ പിന്നിലെ മോട്ടിവേഷൻ പ്യുവർ ആയാൽ പോരാ, അതിൻ്റെയും പിന്നിലെ മോട്ടിവേഷൻ പ്യുവറായിരിക്കണം. അന്തരിന്ദ്രിയങ്ങളിലെ സത്യമാണ്, അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ബോധ മനസ്സിലേത് പോലുമല്ല. എൻ്റെ ബോധ മനസ്സിന് മുമ്പിൽ എൻ്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നതായ പാപപ്രവണതകളെ പോലും ശുദ്ധീകരിച്ചാലേ എനിക്ക് എന്തായിത്തീരാൻ പറ്റുള്ളൂ? എൻ്റെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പ്യുവറാകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ശിഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രവൃത്തിയിലല്ല, അതിനപ്പുറത്ത് മോട്ടിവേഷനല്ല, അതിനുമപ്പുറത്ത് അബോധ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ചെളിയും വാരിക്കളഞ്ഞാലേ പറ്റുള്ളൂ, ക്ലെൻസ് ചെയ്താലേ പറ്റുള്ളൂ. അത്രയ്ക്കും വലിയ ഒരു പ്യൂരിറ്റിയാണ്
ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ശിഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇതൊന്നും മാനുഷികമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ആർക്കും സംശയം തോന്നാം. ഇവിടെ ഇരുന്ന് ആ സഹോദരിക്ക് മാത്രമൊന്നുമല്ല, ആർക്കും സംശയം തോന്നാം ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്ന്. ഡൽഹിയിലെ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂടെ ഒന്ന് വരിക. എന്താ? അല്ല, ഇത് ഇങ്ങനെയൊക്കെയാണോ ഇയാൾ നടക്കുന്നതെന്ന് അറിയാൻ തൻ്റെ കൂടെ ഒന്ന് വരിക. ആരുടെയും കുറ്റമല്ല. കാര്യം നോർമൽ ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ സാധാരണ ശക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശിഷ്യൻ്റെ ജീവിതം, ആത്മാവിൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അതിനെന്തുണ്ടെങ്കിലേ പറ്റൂ. ആത്മാവിലെ ജനനം അത്യന്താപേക്ഷിതമാണ്. വിത്ത് ദ നോർമൽ ബർത്ത് ഐ കനോട്ട് ലിവ് എ സ്പിരിച്വൽ ലൈഫ് ബിക്കോസ് ഐ എം ആഫ്റ്റർ ഓൾ ഫ്ലഷ്. പക്ഷേ അതല്ല ഞാൻ. ഐ എം ബോൺ അഗെയിൻ. When I'm born again, when I was born into the world for the first time, when I was as a baby, when I came out of the womb of my mother, എനിക്കുണ്ടായിരുന്ന നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിച്വൽ നേച്ചർ. എനിക്കുണ്ടായിരുന്നത് ആദാമിൻ്റെ പ്രകൃതമാണ് ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ. അതല്ലേ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ ജനനത്തിൽ. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ജനനം, ദ ന്യൂ ബർത്ത്, അതെനിക്ക് തരുന്നത് ആദാമ്യ പ്രകൃതി അല്ല. ഞാൻ നേരത്തെ ആദാമിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ഐ വാസ് ബോൺ ഓഫ് ആഡം, ബട്ട് നൗ ഐ എം നോട്ട് ബോൺ ഓഫ് ആഡം. ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ആത്മാവിൽ ജനിച്ചു എന്ന് പറയുന്നത്. If you are born of the Spirit, you are a child of God, because Spirit is God, right? So അവിടെയാണ് ആത്മാവിൻ്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ഈ ആദ്യം ഇത് കാര്യം പറയാൻ കാര്യം അതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്ലെയിൻ പറക്കത്തില്ല, അതിനെ പറപ്പിക്കണം. പക്ഷേ പക്ഷിയെ പറപ്പിക്കണ്ട, പക്ഷി പറന്നോളും. വാട്ട് ഈസ് എ ഡിഫറൻസ്? പക്ഷിക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടല്ല, പക്ഷിക്ക് എന്തുണ്ട്? പറക്കുവാനുള്ള ജീവനുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇതേപോലെ ജീവനാണ്, ലൈഫാണ്, ക്രിയേഷനാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. വെൻ യു ആർ എ ന്യൂ ക്രിയേഷൻ, യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായിത്തീരുമ്പോൾ ആത്മസൃഷ്ടിയാണ്. അതുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാവിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ 5-ാം അധ്യായത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ആ ജീവിതം ജീവിക്കാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്, ആ പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ ഇവിടെ 6-ാം അധ്യായത്തിൽ മനുഷ്യനോടുള്ള മനുഷ്യൻ്റെ ബന്ധമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ. See, chapter 5 says about your relationship with your fellow men, but chapter 6 it starts with your relationship with God. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ, പക്ഷേ അത് സൂക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ മുമ്പിലാണെന്നുള്ളതാണ്. സൂക്ഷിക്കണമെങ്കിൽ, മനുഷ്യൻ്റെ മുമ്പാകെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മൈ ലൈഫ് ലിവ് ടു ഗാഡ് ബിഫോർ മെൻ. ഈ ജീവിതം എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിൻ്റെ പെർഫെക്ഷനിൽ ജീവിക്കാൻ പറ്റും? അതാണ് വാസ്തവത്തിൽ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ എല്ലാം ചോദ്യം. അതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്താണ്? എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ പറ്റും? അതിനാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. അതാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. ആത്യന്തികമായി നമ്മൾക്ക് എന്തായേ പറ്റുള്ളൂ? വി നീഡ് ടു ബി പെർഫെക്റ്റ് ആസ് അവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എങ്ങനെ ആയിത്തീരണം? വിശുദ്ധരായിത്തീരണം. ആരെപ്പോലെ? സ്വർഗസ്ഥ പിതാവിനെ പോലെ. കമ്പാരിസൺ സ്വർഗസ്ഥ പിതാവുമായിട്ടല്ല, അല്ലാതെ അയലോക്കക്കാരനുമായിട്ടല്ല. സൂസിക്കുട്ടിയേക്കാളും ഞാൻ ബെറ്ററാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിൽ ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടെ ചെല്ലാൻ എന്താ പറ്റുള്ളൂ? If God compares, I do not know whether God compares. If God compares, He is comparing you not with your neighbor, He is comparing you with Jesus Christ, His own Son. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കർത്താവ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അയൽവക്കക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തത്തില്ല. പിന്നെ ആരുമായിട്ട് താരതമ്യപ്പെടുത്തത്തുള്ളൂ? യേശു ക്രിസ്തുവുമായിട്ട് മാത്രമേ താരതമ്യപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് അവൻ്റെ വിശുദ്ധിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു വിശുദ്ധിയല്ല. ദൈവബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥ പിതാവിനോടുള്ള ദൈവവുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ പ്യൂരിറ്റി ഞാൻ സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ പയറ്റി ബിഫോർ മെൻ ഇൻ ഓർഡർ ടു ബി സീൻ ബൈ ദം. നമ്മൾ അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം,
മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പരിധി വരെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവവും നിങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾക്കിടയ്ക്ക് മനുഷ്യനെ കയറ്റാതിരിക്കുക. ഇത് അതിൻ്റെ സിമ്പിൾ ഫോമിൽ പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ദൈവവും ഞാനും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടയ്ക്ക് ആരെ കയറ്റാതിരിക്കുക? മനുഷ്യനെ കയറ്റാതിരിക്കുക. ദൈവവും ഞാനുമായിട്ടുള്ള ഇടപെടലിനകത്ത് മനുഷ്യൻ കയറി കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എന്താണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മനുഷ്യനെ കയറ്റുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അവിടെ നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യനാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും നിൻ്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മനുഷ്യൻ കയറി വരികയാണ്. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ നമ്മൾ വായിക്കുന്ന പാസേജിലെ കാര്യങ്ങളെല്ലാം ഹൗ യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദ ഫാരസി എന്നുള്ളതാണ്. Earlier it was how you need to be different from the scribes. Now it says, ഇപ്പോൾ എന്താണ് പറയുന്നത്? പരീശനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനായിരിക്കണം. മനുഷ്യർക്ക് കാണേണ്ടത്, അവരുടെ പ്രശ്നം അതാണ്. അവരെന്ത് ചെയ്യുന്നു? മനുഷ്യർ കാണേണ്ടതിന് അവരുടെ നീതിയെ മനുഷ്യൻ്റെ മുമ്പിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാകണമെന്നൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ ഒരു പക്ഷേ വളരെ നല്ലതായിരിക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ഭിക്ഷ കൊടുക്കുന്നത്, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഇതൊന്നും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. അതാണ് പ്രത്യേകത. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനും നമുക്കും മധ്യത്തിലേക്ക് മനുഷ്യനെ കയറ്റി നിർത്തുകയാണ്. മനുഷ്യനെ കയറ്റി നിർത്തുകയാണെന്ന് തന്നെയല്ല, ഒരു പരിധി വരെ ദൈവത്തെ ആ ലോകത്ത് നിന്ന് മാറ്റിക്കളയുകയുമാണ്. കാര്യം ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ ഒരാളെ മാത്രമേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒരാളെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം ദൈവം എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ മനുഷ്യനെ ഇടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിനാണ് ഞാനിത് അർപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ, ആദ്യം ആവശ്യമായിരിക്കുന്നത് ദൈവത്തിനും എനിക്ക് മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? മനുഷ്യനെ മാറ്റി നിർത്തിയാലേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ വളരെ നല്ലതായിരിക്കാം, പക്ഷേ അത് മനുഷ്യർക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ദൈവം അത് ശ്രദ്ധിക്കാതെ പോകും. അതാണ് ഇന്നത്തെ പ്രശ്നം. പരീശന്മാർ ചെയ്ത കാര്യങ്ങളൊന്നും മോശമല്ല. പരീശന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നാണ് പരീശനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കപടഭക്തൻ എന്നുള്ള ഒരു അർത്ഥം, എന്താണ് നമ്മൾ അവനൊരു പരീശൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു നല്ല ആളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലൊരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ യേശുവിൻ്റെ കാലയളവിലും അതിനു മുമ്പൊക്കെ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കപടഭക്തൻ എന്ന് നാട്ടുകാർ ചിന്തിച്ചിരുന്ന ഒരു സമയമില്ല. അവർ ബേസിക്കലി മറ്റുള്ളവരാൽ ആദരിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ അവർ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വിശദാംശങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിച്ച് അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. സാധാരണ ആളുകളിൽ നിന്ന് കുറേ കൂടെ ഉയർന്ന ആത്മീയത സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ യേശുവിൻ്റെ കാലത്തുള്ള സാധാരണ യഹൂദൻ പരീശനെ നോക്കിയിരുന്നത് നിന്ദയോടെയല്ല, ഒരു പരിധിവരെ ബഹുമാനത്തോടാണ്. കാരണം എനിക്ക് അയാളെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. പരീശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പരീശൻ ഒരുപക്ഷെ വഴി നിന്ന് പ്രാർത്ഥിക്കുന്ന തന്നെ ആയിക്കോട്ടെ. വഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇസ്ലാമിക് ഫെയ്ത്ത് വെച്ച് പുലർത്തുന്ന ആളുകൾ ദിവസം 5 നേരം നിസ്കരിക്കുന്നു. 5 നേരം നിസ്കരിക്കുന്നത് അയാൾ എവിടെ ആണെങ്കിലും ചെയ്തു കളയും. ഇനിയും വഴിയിലാണെങ്കിൽ വഴിയിൽ ഒരു പാവിരിച്ചാണെങ്കിലും മുട്ടുമടക്കാൻ അയാൾക്ക് മടിയില്ല. അപ്പോൾ വഴിയിൽ ഒരാൾ നിസ്കരിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ പുച്ഛമാണോ തോന്നുന്നത്, അതോ ബഹുമാനമാണോ തോന്നുന്നത്? എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത്. ഞാൻ എന്താ പറയുന്നത്? കണ്ടില്ലേ, അവൻ ആരാണ്, എന്താണ്, ഒന്നും അവനൊരു നോട്ടമില്ല, അവൻ എവിടെയും അവൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടോ? എന്നിട്ട് എൻ്റെ മനസ്സിൽ എനിക്കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നേ എനിക്ക് തോന്നത്തുള്ളൂ, ഇല്ലേ? റൈറ്റ്. ഇതേപോലെ പരീശന്മാരായ ആളുകളെ അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക്. പക്ഷേ കള്ളന്മാരതിനകത്തുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും പരീശന്മാർ എങ്ങനെയുള്ളവർ തന്നെയായിരുന്നു? സിൻസിയറായിട്ടുള്ള ആളുകളായിരുന്നു, ആത്മീകരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ഒരു പരിധിവരെ നല്ല പ്രവൃത്തികളായിരിക്കാം, പക്ഷെ അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടായിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ
5-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ പുറമേയുള്ള, അതാണല്ലോ സ്ക്രൈബ്സിൻ്റെ പ്രത്യേകത. ശാസ്ത്രിമാരെന്ത് ചെയ്തു? കൊല ചെയ്തതെന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ പുറന്തോട് മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതായിരുന്നു ശാസ്ത്രിമാരുടെ പ്രശ്നം. പക്ഷെ പരീശന്മാരുടെ പ്രശ്നം നിയമത്തിൻ്റെ പുറന്തോടല്ല, അനുസരണത്തിൻ്റെ പുറന്തോട്. അവരനുസരിക്കുന്നതും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല. എവിടെ നിന്നാണ്? അനുസരണത്തിന് ഒരു പ്രകടനത്തിൻ്റെ, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റേണലിസം എന്ന് നമുക്ക് പറയാം, ഒരു പ്രകടനാത്മകത. അതാണ് പരീശൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം. അതിവിടെ നമ്മൾ പറയാൻ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യേശുവിൻ്റെ കാലത്തിലെ പരീശന്മാർക്ക് മാത്രമല്ല, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിലും ഒക്കെ അറിയാതെ ഒരു എക്സ്റ്റേണലിസം നമ്മുടെ ഇടയിൽ കടന്നുകൂടുന്നുണ്ട്. അനുസരണം നടക്കുന്നുണ്ട്, പക്ഷേ അനുസരണം പ്രകടമായി പോകുന്നതായ ഒരു സ്റ്റേജ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ 3 കാര്യങ്ങളിലൂടെ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും അവിടെ കർത്താവ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം 6-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അതായത് മനുഷ്യർക്ക് മുമ്പിൽ നമ്മൾ അറിയാതെ ചെയ്തു പോയാൽ പിന്നെ എന്തൊരിക്കലും ഉണ്ടാകത്തില്ല. പിതാവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? പ്രതിഫലം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അനുഭവം പ്രകടമാക്കുന്നത് അറിയാതെ സംഭവിക്കുന്ന അപകടമായി പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കർത്താവ് നിങ്ങൾ അവരെ പോലെ ആകരുതെന്ന് പറയുന്നത്. ആരോടാണ് പറയുന്നത്? കള്ളന്മാരോടല്ല പറയുന്നത്, തൻ്റെ സ്വന്തം ശിഷ്യന്മാരോടാണ് പറയുന്നത്. എന്ത്? നിങ്ങൾ ഒരിക്കലും ആരെ പോലെ ആയി പോകരുത്, പരീശന്മാരെ പോലെ ആയി പോകരുത്. യേശുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഈ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നതായ അതനുസരിക്കുന്നതായ വ്യക്തികൾ ഒരിക്കലും വെറും അഭിനയക്കാരൊന്നുമല്ല. വെറും അഭിനയക്കാരെ വെറുതെ വിട്, അവൻ കള്ളനാണ്, അവൻ അറിയാം അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുമൊന്നുമല്ല, അവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം, നമ്മൾ കള്ളന്മാരല്ല, നമ്മൾ ശിഷ്യന്മാരാണ്. എന്നാലും ഈ പ്രകടനാത്മകതയുടെ ഒരു അപകടത്തിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൊള്ളാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, വളരെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. യാതൊരു ആത്മീയ ഡിസിപ്ലിനും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കരുതെന്നല്ല, അതിനെക്കുറിച്ച് നമ്മൾ വളരെ അവെയർ ആയിരിക്കണമെന്നാണ്. അങ്ങനെ മറ്റുള്ളവർക്കും കൂടെ കാണത്തക്ക നിലയിൽ നമ്മളുടെ ഭക്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ എന്ത് സംഭവിക്കുന്നു? ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിനും എനിക്ക് മധ്യത്തിലേക്ക് ഞാൻ മനുഷ്യനെ പിടിച്ചു നിർത്തുകയാണ്. അപ്പം മനുഷ്യനെയും ദൈവത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ്. അഭിനയം പ്രകടമാക്കാൻ നാം അറിയാതെ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായത്. കാര്യം എല്ലായിടത്തും എപ്പോഴും കാണുന്നത് എന്താണ്? ഏത് ഭക്തിയുടെ കാര്യങ്ങളും, പ്രാർത്ഥനയാണെങ്കിലും ഉപവാസമാണെങ്കിലും ഭിക്ഷ കൊടുക്കുന്നതാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. എവിടെ ചെന്നാലും അതാ കാണുന്നത്. നമുക്കൊരു ചോയ്സ് ഇപ്പോൾ അത്യാവശ്യം വരികയാണ്. എന്താണ്? ഈതർ ഓർ എന്ന് പറയുന്നത് പോലെ, ഈതർ യു പ്ലീസ് ഗാഡ് ഓർ പ്ലീസ് മാൻ. പക്ഷെ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനാണ്. ദൈവത്തെയും പ്രസാദിപ്പിക്കണം, മനുഷ്യനെയും പ്രസാദിപ്പിക്കണം. ഇതൊരിക്കലും നടക്കത്തില്ല. ഒന്നുകിൽ മനുഷ്യൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടും, ദൈവത്തിൻ്റെ അപ്രൂവൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അപ്രൂവൽ കിട്ടും, പക്ഷെ അപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ അപ്രൂവൽ നഷ്ടപ്പെടും. ഇത് ഈ ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ അവസ്ഥകളും നമ്മൾ വിശദീകരിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ആംസ് ഗിവിങ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണ്? പരീശന്മാരായ ആളുകളെക്കുറിച്ചാണ്. അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിൻ്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. അപ്പോൾ ആംസ് ഗിവിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൻ്റെ നിയമമാണ്. നമ്മൾ ദരിദ്രരെ സഹായിക്കണം എന്നുള്ളതല്ല, ദരിദ്രർക്ക് നമ്മുടെ ഷെയർ കൊടുക്കണമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ നിയമമാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കർത്താവ് പറയുന്നത് ഭിക്ഷ കൊടുക്കരുതെന്നല്ല, ഭിക്ഷ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നീ ഭിക്ഷ കൊടുക്കുന്നത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ആളുകളുടെ മുമ്പിൽ കാഹളമൂതിക്കരുത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 11-ാം വാക്യത്തിലും 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലൊക്കെ, ഞാനത് വായിക്കുന്നില്ല, ഈ ഭാഗങ്ങളിലെല്ലാം എന്ത് കാണുന്നുണ്ട്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ തന്നെയുണ്ട്. ഒരു പരിധിവരെ നമുക്ക് കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷിയുടെ കാലാപെറുക്കരുതെന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയുള്ളതാണത്? അനാഥർക്കും പരദേശികൾക്കും വേണ്ടി ഇട്ടേച്ച് പോവുകയാണ്. അനാഥർക്കും പരദേശികൾക്കും വേണ്ടി കാലാപെറുക്കാതെ ഇട്ടേച്ച് പോകുമ്പോഴുള്ള ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു വലിയ ഔദാര്യം ചെയ്താണ്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല, അവർ വന്ന് കൊയ്തോളും.
നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റത്തില്ല, നമ്മൾ തന്നെ കൊടുക്കണം. അതാണ് നമ്മൾ പ്രകടനാത്മകതയിലേക്ക് കടക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു വലിയ പ്രശ്നം. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് ആംസ് കൊടുത്തിരുന്നതാണ്. അല്ലെങ്കിൽ എന്താ ഭിക്ഷ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വളരെ മോശമായൊരു വാക്കായിട്ട് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല, അവർ ദേ യൂസ് ടു ഗിവ് മണി ഫോർ ദ പുവർ, ദേ സ്പെൻഡ് മണി. അവർ ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്നവരാണ്. നീതീകരിക്കപ്പെടുവാൻ ഇഷ്ടപ്പെട്ടതായ പരീശൻ ലൂക്കോസിന്റെ വിഷയത്തിൽ വായിക്കുമ്പോഴത്തേക്കും അവൻ എന്താ പറയുന്നത്? ഞാൻ നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. നേടുന്നതിലൊക്കെയും എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി ഒരാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലെന്നാണ് പറയുന്നത്. കാരണം വേദപുസ്തകത്തിൻ്റെ നിയമം അനുസരിച്ച് തന്നെ പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത് നിങ്ങൾ പണി ചെയ്ത് അധ്വാനിച്ച്, സപ്പോസ് ഞാനൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ, അന്ന് കൃഷിക്കാരാണല്ലോ കൂടുതൽ, ആ കൃഷിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1/10 ദൈവത്തിന് കൊടുക്കണം. ജോലി ചെയ്യുകയാണെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 1/10 ദൈവത്തിന് കൊടുക്കണം. എൻ്റെ കൃഷി, ഞാൻ ബേസിക്കലി ഞങ്ങളുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ റബ്ബർ. അപ്പോൾ ഞാൻ പഴയ നിയമകാലത്താണെങ്കിൽ ദശാംശം കൊടുക്കേണ്ടത് എന്താണ്? എനിക്ക് ലഭിക്കുന്ന റബ്ബർ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ റബ്ബറിൽ നിന്നാണ്. പക്ഷേ റബ്ബർ മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഞങ്ങൾ ചിലപ്പം ഇച്ചിരി പച്ചക്കറി നട്ടിരിക്കും. ചിലപ്പം നടാതെ തന്നെ ഒരു കൊല്ലയോ അല്ലെങ്കിൽ മുളകോ ഒക്കെ കിളിച്ച് വന്നിരിക്കും. അതിൻ്റെ ഒന്നും ദശാംശം കൊടുക്കണമെന്ന് വാസ്തവത്തിൽ പഴയ നിയമത്തിലില്ല. കാര്യം അതെന്താണ്? എൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ല. ഇവിടെ നമ്മൾ നട്ട് അല്ലെങ്കിൽ വഴിയിൽ ചിലപ്പോൾ ചീര കിളിച്ച് വളർന്നിരിക്കും. അത് നിൻ്റെ കൃഷിയൊന്നുമല്ല, ഞാൻ കൃഷി ചെയ്തതൊന്നുമല്ല, എന്താണ്? കിളിച്ചു വന്നാണ്. പക്ഷേ ഈ പരീശൻ അവൻ മറ്റുള്ളവനേക്കാൾ ഭക്തിയോടെ പറയുകയാണ്, ഞാൻ എൻ്റെ റബ്ബർ പ്രോഡക്റ്റിന് മാത്രമൊന്നുമല്ല, എൻ്റെ വീട്ടിലൊരു കൊല്ല മുളച്ച് കാന്താരി വിളഞ്ഞാൽ 10 കാന്താരി ഉണ്ടെങ്കിൽ ഒരു കാന്താരി ഞാൻ മാറ്റി വെക്കും, അങ്ങനെ ഞാൻ നിനക്ക് തരുന്നതെന്നാണ് പറയുന്നത്. അതായത് നോർമലി ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്മ. അതുകൊണ്ട് പരീശൻ എപ്പോഴും പണം സ്പെൻഡ് ചെയ്യുന്നവനാണ്. പക്ഷേ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ദരിദ്രരായ ആളുകൾക്ക് അവൻ കൊടുക്കുമ്പോൾ, ചില വലിയ പൈസ ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ കൊടുക്കുന്നതിന് അതിനുവേണ്ടി ഒരു ബോക്സ് ഉണ്ട്. ശരിക്കും ചാരിറ്റി ബോക്സ് ഒരു പള്ളിയുടെ മുമ്പിലുണ്ട്. ഈ ചാരിറ്റി ബോക്സിൽ ഇവൻ പൈസ ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം അവൻ കുറച്ചുപേരെ വിളിക്കും, കമോൺ. അപ്പോൾ അവന്മാർ വന്നിട്ട് ഒരു സിംബൽസ്, കാഹളം, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കാഹളം പോകുന്നു. എന്തിനാണെന്നറിയാമോ? എല്ലാവരും വന്ന് കാണണം. എന്തിനാണ്? ഇവനിടുന്ന പൈസ എത്ര വലിയ പൈസയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അവനെ കൊണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരുപക്ഷെ പള്ളിക്കാർക്കും ഇത് സന്തോഷം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എത്രയും കൊടുത്തല്ലോ. അപ്പം ഇത് കണ്ടിട്ട് ഒരു എന്തുവാ മറ്റുള്ളവർക്കൂടെ ഒരു എന്നാ പറയുന്നത്, ഇൻസ്പിറേഷൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടാകട്ടെ മറ്റുള്ളവരുടെ. കണ്ടോ അയാൾ അത്രയും കൊടുത്തു, അപ്പോൾ ഞാനും കൊടുക്കണം. എങ്ങനെയെങ്കിലും പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെന്ന് വെച്ചായിരിക്കും ഒരു പക്ഷേ ഈ പള്ളിക്കാരിത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കർത്താവ് പറയാണ്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ഇനി അവർക്ക് പ്രതിഫലമൊന്നുമില്ല. കാര്യം അവരെന്ത് പ്രതീക്ഷിച്ചോ അതവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവർ മനുഷ്യരിൽ നിന്ന് മാനം പ്രതീക്ഷിച്ചോ അതവർക്ക് കിട്ടി. ഈ പൈസ ദൈവസന്നിധി ചെല്ലുന്നില്ല. ദൈവത്തിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഒത്തിരി ജീവകാരുണ്യ മേളകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഒത്തിരിയാണ് ജീവകാരുണ്യ മേള. അപ്പോൾ ജീവകാരുണ്യ മേളയുടെയൊക്കെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചാരിറ്റി ഓഫീസിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പോൾ പോയിരുന്നിട്ടുണ്ട്. പോയിരുന്നെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ വർത്തമാനം പറയാൻ ചെന്നിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇവർ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം കൊണ്ടുവെക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വായിക്കുമ്പം ആവശ്യക്കാർ ഒത്തിരിയാണല്ലോ. ചിലപ്പോൾ 400 ആപ്ലിക്കേഷൻ വരും. ചിലപ്പോൾ 40 പേര് മതിയായിരിക്കും. ഇപ്പം വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് 43 എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ നമ്പറാണ്. അപ്പോൾ ഇതെല്ലാം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ ആൾ പറയുന്നു, അത് മാറ്റ്, 44 എടുക്കുക. അപ്പോൾ ഇവിടെ വ്യക്തിയല്ല, വ്യക്തികളെ ചാരിറ്റി ഓർഗനൈസേഷൻ എന്താക്കി തീർത്തിരിക്കുന്നു? ഒരു നമ്പരാക്കിയിരിക്കുകയാണ്. അല്ലാതെ ഇതാരാ, ഏതാ, അവൻ്റെ പ്രശ്നം എന്തോ, ആ പ്രതിസന്ധി എന്തോ, ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. ഞാനവിടെ കുറ്റം പറയുന്നതല്ല. പക്ഷേ അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ മനസ്സലിവോ കൊടുക്കുമ്പോൾ കരുണയോ സ്നേഹമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരു ചാരിറ്റി ഓർഗനൈസേഷനിലൂടെ നമ്മൾ പണം കൊടുക്കുമ്പോൾ നോർമലി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഓർഗനൈസേഷൻ നടത്തുന്നതിന് ഒട്ടും പറ്റത്തില്ല. ഏറ്റവും കുറഞ്ഞത് കൊടുക്കുന്നവന് എന്തെങ്കിലും ആയിക്കോട്ടെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇത് നടക്കത്തില്ല. പിന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വിവാഹ സഹായമൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് വിവാഹ സഹായം, ആഫ്രിക്കയിലാണെങ്കിൽ ആണുങ്ങൾക്ക് സഹായം കൊടുക്കേണ്ട കാര്യം അവനാ സ്ത്രീധനം കൊടുക്കേണ്ടത്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് പെണ്ണ് കെട്ടാതെ നിൽക്കുക ആൺപിള്ളേർ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അവിടെ വലിയ പ്രയാസമാണ്. ഐ എം നോട്ട് ജോക്കിങ്, ഐ ഹാവ് മെനി ഫ്രണ്ട്സ്. എന്നറിയാമോ, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം സാറേ, എങ്ങനെ കല്യാണം കഴിക്കാനാണ്, പൈസ കണ്ടായോ? കാര്യം കല്യാണം കഴിക്കണമെങ്കിൽ ലൊബോള എന്ന് പറയും മൊസാമ്പിക്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ അപ്പന് ലൊബോള കൊടുത്തെങ്കിലേ അവർ ചോദിക്കുന്ന ലൊബോള കൊടുത്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
എനിക്കറിയാവുന്നൊരു പാസ്റ്ററുണ്ട്, പുള്ളി കല്യാണം കഴിക്കാനായിട്ട് എല്ലാം ലവോളയും എല്ലാം കൊടുത്ത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഈ പെണ്ണിൻ്റെ അപ്പൻ വന്നിട്ട് അയാൾക്കൊരു പുതിയ സൂട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു പൈസ തികഞ്ഞില്ല, അയാൾ വന്നില്ല കല്യാണത്തിന്. സ്വന്തം മോടെ കല്യാണത്തിന് അയാൾ വന്നില്ല. കാര്യം മരുമോൻ എന്ത് ചെയ്തില്ല, സൂട്ട് വാങ്ങിച്ചു കൊടുത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ, ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കും നമ്മളെന്ത് ചെയ്യുന്നു. അതുകൊണ്ട് പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കാനായിട്ട് 50,000 രൂപ ചാരിറ്റി ഓർഗനൈസേഷൻ കൊടുക്കുകയാണ്. പക്ഷെ 50,000 രൂപ കൊടുക്കുകയല്ല ചെയ്യുന്നത്, അതിനുവേണ്ടി ജീവകാരുണ്യ മേളയ്ക്ക് ഈ പിള്ളേർ വരണം. അതാ പ്രശ്നം. അവർ വന്നിങ്ങനെ നിൽക്കണം പാവങ്ങൾ. എന്നിട്ട് അച്ചായന്മാരെല്ലാം കൂടെ നിന്ന് വീഡിയോയും അവിടുന്ന് വീഡിയോ ഇവിടുന്ന് വീഡിയോ മറ്റേ വീഡിയോ അങ്ങനത്തെ പത്രക്കാർ ന്യൂസ് എല്ലാം വലിയ ഒരു മീറ്റിങ്ങും ഒക്കെ നടത്തി കൊച്ചിനെ വിളിച്ച് മുന്നേ കൊണ്ടുവന്ന് എല്ലാവരും കാണുക. കവറിൽ എത്ര രൂപ കൊടുക്കുന്നു? 50,000 രൂപ ഇതാ കൊടുക്കുന്നു. ഈ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ 5 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട് ഇവർ. 5 ലക്ഷം രൂപ മീറ്റിംഗ് നടത്താൻ ഉണ്ടാക്കിയിട്ട് എന്നാണ് 3 ലക്ഷം രൂപ മുടക്കി പരസ്യം ചെയ്തിട്ട് കൊച്ചിന് 50,000 കൊടുത്തിട്ട് ഇവൻ്റെയൊക്കെ തല ഇടുത്തി വീഴാത്തത് ആ 50,000 കൊച്ചിന് കിട്ടിയല്ലോ എന്ന് ദൈവം ചിന്തിച്ചാണ് എൻ്റെ ചിന്ത. അല്ലെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കും ഒരു ഒന്നാണ് ചാരിറ്റി കാണിച്ച ആളുകളെ എംബരാസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെ ദൈവം ക്ഷമിക്കും? ഇതാണ് ഇതിനകത്തൊരു വലിയ പ്രശ്നം. നമ്മൾ ഇതിനകത്ത് വലിയ വഴക്കുണ്ടാക്കാത്തതിൻ്റെ കാര്യം, ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാർ കൊടുക്കുകയുമില്ല. എന്താ ആ പെങ്കൊച്ചിൻ്റെ കാര്യത്തിൽ അത്രയും പോലും നടക്കത്തില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിതൊക്കെ എന്നെ സഹിക്കുന്നത്. പക്ഷേ ദൈവം ഇത് തീർച്ചയായിട്ടും സഹിക്കുന്നില്ല. ദൈവം ചാരിറ്റി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കാര്യമായിട്ട് ചെയ്യണമെന്നാണ്, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നമ്മൾ കൊടുക്കുന്ന ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ ചെന്നിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞു? കിട്ടിക്കഴിഞ്ഞു. ഇവിടെ തന്നെ അവർക്ക് കിട്ടിയല്ലോ. അവരെന്ത് പ്രതീക്ഷിച്ചോ അതവർക്ക് കിട്ടി. ഇതിൻ്റെ പേര് സ്വർഗത്തിൽ ചെന്ന് ഞാൻ പണ്ടൊരു സ്റ്റോറി, ഇങ്ങനെ ഒരു സ്റ്റോറിയാണ്. ഒരാൾ ഭയങ്കര പിശുക്കനായിരുന്നു. ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാതെ നേരെ മരിച്ചു. ഇവന് സ്വർഗത്തിൽ കയറി ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് അവിടെ ചെന്ന്, ഇവിടെ പറ്റത്തില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ല, നീ ഇവിടെ കയറത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് നീ ഒന്ന് പറ. അപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പറഞ്ഞ്, ഒരു കുഷ്ഠരോഗി ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നപ്പം ഞാൻ അവന് 10 രൂപ കൊടുത്തായിരുന്നു. അവൻ പത്രോസ് ഈ റെക്കോർഡ്സ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ, 10 രൂപ അവൻ ഒരിക്കൽ ഒരു കുഷ്ഠരോഗിക്ക് കൊടുത്തായിരുന്നു. പത്രോസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? നേരെ സ്വർഗത്തിനകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ ചിന്തിച്ചിപ്പോൾ ചെന്നിട്ട് എന്നെ കയറ്റാൻ വേണ്ടി വരുമെന്ന് ചിന്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രോസ് ഇറങ്ങി വന്ന് ഒരു 10,000 രൂപ എടുത്ത് ഇവൻ്റെ കൈ കൊടുത്തു. നീ അന്ന് 10 രൂപ കൊടുത്തതിൻ്റെ പലിശയുടെ പലിശ എല്ലാം കൂടി 10,000 രൂപ ഉണ്ട്, ഇതുകൊണ്ട് നേരെ നരകത്തിലോട്ട് പോകോളാൻ. നീ അന്ന് കൊടുത്ത 10 രൂപയുടെ പലിശയുടെ പലിശ എല്ലാം കൂടെ 10,000 രൂപ ഉണ്ട്, ഇതുകൊണ്ട് എന്ത് ചെയ്തു? നേരെ നരകത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെ ഒരു ചാരിറ്റി കാര്യം ചെയ്തൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സ്വർഗത്തിലേക്ക് പോകാനൊന്നും ആരും പരിശ്രമിക്കേണ്ട. അറിയാതെ ചെയ്താൽ തന്നെ അത് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇതുപോലെ മനുഷ്യൻ്റെ മുമ്പിൽ കാഹളമൂതിച്ചൊരു കാര്യം ചെയ്യിച്ചിട്ട്, ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റെക്കോർഡഡ്. പക്ഷേ പോസിറ്റീവായിട്ട് അത് നിങ്ങൾക്ക് മടക്കി കിട്ടുമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നെവർ. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുത്. നമ്മുടെ ചാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഏത് പ്രവർത്തനവും ദൈവം ഇഷ്ടപ്പെടുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താ? ഇറ്റ് ഷുഡ് ബി ഇൻ സീക്രട്ട്. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? അവൻ്റെ പ്രലോഭനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രലോഭനമായിട്ട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യുക, ഈ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറി താഴോട്ട് ചാടുക. പക്ഷെ കർത്താവ് ഒരിക്കലെങ്കിലും മറ്റുള്ളവരെ വെരുട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ ഒരു മറ്റുള്ളവരുടെ കണ്ണുകളിൽ അപ്രീസിയേഷൻ ഉണ്ടാക്കാനായിട്ട് കർത്താവ് അത് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഹി നെവർ ഡിഡ് ദാറ്റ്. അത് തന്നെയല്ല, യേശു കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയും കർത്താവ് ആളുകളെ വെരുട്ടാൻ വേണ്ടി ഒന്നുമല്ല ചെയ്തത്. അവൻ്റെ കമ്പാഷൻ്റെ ഭാഗമായിട്ട് അവൻ പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ചെയ്തെങ്കിലും, യേശുവിൻ്റെ ചാരിറ്റി തന്നെ ആലോചിച്ച് നോക്കൂ. യേശുവിൻ്റെ ചാരിറ്റി എപ്പോഴെങ്കിലും കർത്താവ് എന്താ ഈവൻ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴും എന്തുകൊണ്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, ഈ ജനത്തെ എനിക്ക് വിശക്കുന്നവരായി പറഞ്ഞു വിടുവാൻ മനസ്സില്ലായ്ക കൊണ്ട്. അതാ പറയുന്നത്. അപ്പോൾ മനസ്സലിവിൽ നിന്ന് മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ? ചാരിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു ചാരിറ്റി ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നത് വളരെ സത്യമായിട്ട് കർത്താവ് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുത്. എൻ്റെ ഇടത്തെ കൈ കൊടുക്കുന്നത് വലങ്കൈ അറിഞ്ഞില്ലെങ്കിൽ
പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് എൻ്റെ ചാരിറ്റി പ്രകാശിപ്പിക്കുവാനായിട്ട് പറ്റുന്നത്? അങ്ങനെ ചെയ്താൽ ഞാൻ എത്രമാത്രം അതുകൊണ്ടാണ് പറയുന്നത്, എനിക്കും ദൈവത്തിനും മധ്യത്തിലുള്ള ഏത് പ്രവൃത്തിയുടെയും ഇടയ്ക്ക് ആര് കയറാൻ പാടില്ല? മനുഷ്യൻ കയറി മനുഷ്യർക്ക് വിളങ്ങേണ്ടുന്നതായ ഒരു കാര്യവും എനിക്കുണ്ടാകാനായിട്ട് പാടില്ല. ഒരുപക്ഷെ ഞാനത് ചെയ്യുന്നത് ചാരിറ്റി ആണെന്നും ഒരിക്കൽ ഞാൻ മാനിക്കപ്പെടുമെന്ന് പോലും ഞാൻ ചിന്തിച്ചുകൊണ്ടല്ല കൊടുക്കുന്നത്. പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ആളുകൾ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ദൈവം എനിക്കിതിന് പ്രതിഫലം തരുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. മനുഷ്യർക്ക് വിളങ്ങുന്നതിന് പോയിട്ട് ദൈവം ഇതിനെനിക്ക് പ്രതിഫലം തരുമെന്ന് ചിന്തിച്ച് കൊടുക്കുന്നത് പോലും ദൈവികമല്ല. കാര്യം അപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? അവിടെയും നമ്മൾ ബിസിനസ്സുകാരാവുകയാണ്, അല്ലാതെ അവിടെയും നമ്മൾ മനസ്സലിവ് ഉണ്ടാക്കുകയല്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31 to 46 അവിടെ കർത്താവ് അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. കർത്താവ് പറയുന്നത്, അവരല്ല പറയുന്നത്. ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞ ആരാണ്? കർത്താവ് പറയാണ്. അവർ ചോദിക്കുന്നത് എന്താ? അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്നവനായി കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടപ്പോൾ കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്ത് കൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായി എപ്പോൾ, അല്ലെങ്കിൽ തടവിലായിട്ടോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ രീതി പറയും, കുഞ്ഞെ, നീ ഒരു പാവം പിടിച്ചവനെ സഹായിക്കാനായിട്ട് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നീ ആർക്ക് കൊടുക്കുകയാണ്? കർത്താവിന് കൊടുക്കുകയാണ്, നിനക്കതിന് പ്രതിഫലം കിട്ടും. അപ്പം 100 രൂപ ഒരുത്തിന് കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിലെന്താ? ഞാൻ ആരെ സഹായിക്കുകയാണ്? കർത്താവിനെ സഹായിക്കണം. കർത്താവ് എനിക്ക് പ്രതിഫലം തരാതെ പോകത്തില്ല. ചിലപ്പോൾ ആളുകളൊക്കെ പറയുമല്ലോ, എൻ്റെ ബ്രദറെ, എനിക്കൊരു ദോഷവും വരത്തില്ല, കാര്യം ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഇവിടെയൊക്കെ സ്വയം നീതിയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്, അല്ലാതെ ഇവിടെയൊന്നും ദൈവകൃപയൊന്നും അല്ല വെളിപ്പെടുത്തുന്നത്. ചിലപ്പോൾ പറയും, ഞാൻ മനുഷ്യൻ്റെ എത്രയോ ആളുകളെ ഞാൻ സഹായിച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവം എന്നെ സഹായിക്കാതിരിക്കത്തില്ല. അപ്പോൾ സഹായിച്ചപ്പോഴെല്ലാം ഇവൻ്റെ മനസ്സിൽ ബിസിനസ് ആയിരുന്നെന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലാതെ എന്താ? ഈ വ്യക്തികളുടെ പ്രത്യേകത നോക്ക്. അവർ ഈ നഗ്നരെ ഉടുപ്പിച്ചപ്പോഴും തടവുകാരെ ചെന്ന് കണ്ടപ്പോഴും ഹോസ്പിറ്റലിൽ ആളുകളെ ചെന്ന് വിസിറ്റ് ചെയ്തപ്പോഴും അവർ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തപ്പോഴും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുത്തപ്പോഴും ഇവരൊരിക്കലും ചിന്തിച്ചില്ല ഇതിനെല്ലാം ഒരിക്കൽ പ്രതിഫലം കിട്ടുമെന്ന് ചിന്തിച്ചില്ല. അപ്പോൾ ചാരിറ്റിയുടെ ഒരു പ്രത്യേകത കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരിക്കലും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാകാൻ പാടില്ല, പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടാകാൻ പാടില്ല. ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുതെന്ന് പറഞ്ഞാൽ കൊടുക്കുക മറക്കുക എന്നാണ്. കൊടുത്തതിന് കണക്ക് പോലും എഴുതി വെക്കാൻ പാടില്ല. ഒരു സ്ട്രിങ്സും അറ്റാച്ച്ഡ് ആകരുത്. നമുക്ക് പലപ്പോഴും ഒരാൾക്കൊരു ചാരിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളോട് നന്ദി കാണിക്കണമെന്നെങ്കിലും ഉണ്ട്. ഇല്ലെങ്കിൽ പറയും നന്ദി ഇല്ലാത്ത വർഗം എന്ന് നമ്മൾ പറയും. എന്തെല്ലാം കാര്യം ഞാൻ അവന് ചെയ്തു, എന്നിട്ട് എന്നാ ബ്രദറെ ഒരു നന്ദിയും ഇല്ലെന്ന്. അപ്പം നമ്മൾ എന്തിനാണ് കൊടുത്തത്? നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൊടുത്തത്. ദാറ്റ് ഈസ് നോട്ട് റിയലി എ ഗോഡ്ലി വേ ഓഫ് ഗിവിങ്. ദൈവികമായ ഒരു പദ്ധതിയായിട്ട് നിങ്ങൾ ഒരിക്കലും അതിനെ കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ കർത്താവ് ഓർപ്പിക്കുന്നതായ കാര്യം ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സ്വർഗസ്ഥ പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടെന്ന്. മനുഷ്യർക്ക് കാണേണ്ടതിന് നമ്മളുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പെർഫെക്റ്റ് ആയിരിക്കുന്നതുപോലെ പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എത്ര സൂക്ഷിച്ചാൽ പറ്റും? നമ്മളുടെ ചാരിറ്റിയും നമ്മുടെ ഭക്തിയും. ചാരിറ്റിയാണ് ഇവിടെ പറയുന്നത്. ചാരിറ്റിക്ക് ശേഷം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്നറിയാമോ? അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിലെ പ്രകടനാത്മകതയാണ്. നമ്മളുടെ എക്സ്റ്റേണലിസം, അല്ലെങ്കിൽ ചാരിറ്റി കാണിക്കുമ്പോൾ പുറത്തുള്ളവർ കാണാൻ പാടില്ലാത്തതുപോലെ എന്തും പാടില്ല, പ്രാർത്ഥിക്കുമ്പം പോലും പുറത്തുള്ളവർ കാണാൻ പാടില്ല, പുറത്തുള്ളവർ അറിയാൻ പാടില്ല. പുറത്തുള്ളവർക്ക് അവിടെ ഈ പരീശന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് അവിടെ പറയുന്നത് വേഴ്സ് 5 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. നിങ്ങൾ ചാരിറ്റി ചെയ്യുമ്പോൾ
ഇടം കൈ കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ പാടില്ല? വലം കൈ അറിയാൻ പാടില്ല. ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. ദാറ്റ് ഹാസ് ബിക്കം എ ഹാബിറ്റ്. നമ്മളൊരു ഹാബിറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം, അത് നമ്മളൊരു പക്ഷേ അറിഞ്ഞില്ലെന്നിരിക്കും. അതൊരു ഹാബിറ്റ് അല്ലാതാകുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത്. മറ്റുള്ളവർ അറിയണം എന്ന് പറയുമ്പോൾ തന്നെ, ചിന്തിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നതല്ല. ഇതേപോലെ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യഹൂദന്മാർ, പ്രത്യേകിച്ച് ഈ പരീശന്മാർ, ദിവസത്തിൻ്റെ എല്ലാ 3 മണിക്കൂറും കൂടുമ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, 9 മണിക്ക് അവർ പള്ളിയിൽ പോകും, 12 മണിക്കും അവരുടെ പ്രാർത്ഥനാ സമയമാണ്, വൈകുന്നേരം 3 മണിയും പ്രാർത്ഥനാ സമയമാണ്. 6 മണിക്കൊക്കെ അവർ പ്രാർത്ഥിക്കും, രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 3 നേരം ഇവർ പള്ളിയിൽ തന്നെ പോകും. കാര്യം പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നാണ് അവരുടെ ചിന്ത. പക്ഷേ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, പള്ളിയിലാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് കുറച്ച് പേര് കാണുമല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ പള്ളിയിൽ തന്നെയല്ല, ചിലപ്പോൾ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈ പരീശന്മാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയുണ്ട്. അവർ നോർമലി കണ്ണടച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, കണ്ണ് തുറന്നാണ്. കണ്ണ് തുറന്നുകൊണ്ട് കൈകൾ ഇങ്ങനെ വിടർത്തി മുൻകാല് മുന്നേ വെച്ച് നമ്മുടെ ഓടാനൊക്കെ നിൽക്കുന്നത് പോലെ ആണ് അവർ. അതാണ് അവരുടെ ബോഡി പോസ്റ്റർ. അത് നോർമലി അവർ ചെയ്യുന്ന കാര്യമാണ്. ആകാശത്തേക്ക് നോക്കി. യെരുശലേമിലാണെങ്കിൽ അവർ സ്വർഗത്തേക്ക് നോക്കും, യെരുശലേമിലല്ലെങ്കിൽ അവർ യെരുശലേമിലേക്ക് നോക്കും. അതാണ് അവരുടെ പതിവ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അവൻ കിളിവാതിലുകളെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അവൻ കിളിവാതിലുകളെ യെരുശലേമിന് നേരെ തുറന്നിട്ടുണ്ട്. കാര്യം അവൻ യെരുശലേമിലല്ലാത്തതുകൊണ്ടാണ്. യെരുശലേമിലാണെങ്കിൽ അവൻ ആകാശത്ത് നോക്കിയാണ്. അപ്പോൾ ഇവരുടെ ഇഷ്ടം തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളെ കാണിക്കാനുള്ള അവൻ്റെ ഒരു അഭിവാഞ്ച. ഉച്ചയ്ക്ക് 3 മണിക്ക്, സപ്പോസ് ഉച്ചയ്ക്ക് 3 മണിക്ക് അവൻ്റെ പ്രാർത്ഥനാ സമയമാണ്. അപ്പോൾ പ്രാർത്ഥനാ സമയത്ത് ഞാനിതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യം, ഞാനൊരു പരീക്ഷനാണെങ്കിൽ ഇതേപോലെ ഉള്ള മനോഭാവമാണ് എനിക്കുള്ളതെങ്കിൽ എനിക്ക് 3 മണിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. കാര്യം പരീക്ഷന്മാരെല്ലാം പ്രാർത്ഥിക്കും. പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് തെരുക്കോണം ചെല്ലുന്നത്? അപ്പോൾ എനിക്ക് ഷേവ് ചെയ്യാനായിട്ട് 2 ബ്ലേഡ് വാങ്ങിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരു ബ്ലേഡ് വാങ്ങിക്കണം. അപ്പോൾ ബ്ലേഡ് വാങ്ങിക്കാൻ വൈകുന്നേരം ഞാനൊന്ന് കടയിലോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ വൈകുന്നേരം പ്രാർത്ഥനയുടെ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ബ്ലേഡ് വാങ്ങിക്കണമെന്നുള്ളതും ശരിയാണ്, പ്രാർത്ഥിക്കണമെന്നുള്ളതും ശരിയാണ്. എക്സാക്ട്ലി 2:45 ആകുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കാര്യം എന്തറിയാം? 3 മണിക്ക് കറക്റ്റ് ഞാൻ സ്ട്രീറ്റിലായിരിക്കും. അപ്പോൾ വാച്ച് നോക്കുമ്പോൾ 3 മണി, പിന്നെ ഒരൊറ്റ നിപ്പാ ഇങ്ങനെ. കാര്യം എന്താണ്? 3 മണിക്ക് പ്രാർത്ഥിക്കണ്ടേ, സമയം തെറ്റാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പ്ലാൻഡാണ്. എന്തിന്? 3 മണിക്ക് കറക്റ്റ് കടയുടെ മുമ്പിലായിരിക്കണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്നറിയാമോ? നാട്ടുകാരറിയണം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പോൾ നമ്മൾ പറയും നമ്മൾ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല, നമ്മുടെ സിസ്റ്റം അതല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഇതിനേക്കാൾ വലിയ കള്ളത്തരങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സഭായോഗത്തിന് സാക്ഷി പറയാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങൾ എഴുന്നേറ്റിരുന്ന് ഓരോരോ കണ്ണീരൊഴുക്കുവാൻ കഴിഞ്ഞ നാളുകൾ കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, രാത്രി കാലങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്, ഓരോരോ കണ്ണീർ ഒഴുക്കുന്നെങ്കിൽ ഒഴുക്കിക്കൂ. പക്ഷേ എന്തിനാണിത് സഭായോഗത്തിനെന്ന് പറയുന്നത് എൻ്റെ ചോദ്യം. നിങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രൈവറ്റ് അഫെയർ ആണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സഭായോഗത്തിനെന്ന് പറയുന്നത്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. കാര്യം എന്താ? ഞാൻ രാത്രി അങ്ങനെ വെറുതെ കിടന്ന് ഉറങ്ങുകയൊന്നുമല്ല. ഇവരൊക്കെ അറിയട്ടെ, എൻ്റെ സഹോദരിമാരൊക്കെ ഒന്ന് അറിയട്ടെ, ഞാൻ രാത്രി എന്തോ എഴുതുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, എല്ലാവർക്കും പറ്റുന്ന. ഇപ്പം രാവിലെ ഞാൻ സപ്പോസ് രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്ന എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. എവറിത്തിങ് ഇസ് ഡൺ ബൈ ജെസി. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് അങ്ങനെ, അതുകൊണ്ടാണ് എനിക്ക് ഈ നാട് മുഴുവൻ നടക്കാൻ പറ്റുന്നത്. അപ്പോൾ രാവിലെ മിക്കവാറും ഞാൻ ഉണരുന്നതിന് മുമ്പ് തന്നെ അവൾ ചിലപ്പം മാർക്കറ്റിൽ പോയെന്നിരിക്കും കാര്യങ്ങൾക്ക്. ഷീ ഡ്രൈവ്സ് ദ കാർ ആൻഡ് ഗോ. പക്ഷേ ഞാൻ രാവിലെ 9 മണിക്ക് പിള്ളേരും എല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ഇന്നലെ പ്രാർത്ഥിക്കുന്നത് കാര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, പിന്നെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എന്നായിരുന്നു പ്രാർത്ഥിക്കാൻ. കാര്യം ജെസിയും അവിടെ ഇല്ല, പിള്ളേരും അവിടെ ഇല്ല, പിന്നെ ഐ എം എലോൺ. എന്നാൽ പിന്നെ അല്പസമയം പ്രാർത്ഥിക്കാൻ, കഥമൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് നേരെ മുറിക്കകത്തിരുന്ന് മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരാണ്ട് വന്ന് ബെല്ലടിക്കുന്നത്. അപ്പോൾ ബെല്ലടിച്ചപ്പോൾ എനിക്ക് ആപാടെ ദേഷ്യമായി. കാര്യം എൻ്റെ പ്രാർത്ഥനാ സമയത്തെ നഷ്ടപ്പെടുത്താനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന തന്ത്രം എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം മൈൻഡ് ചെയ്യാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ബെല്ലടിക്കുക, 1-2 പ്രാവശ്യം. ആരുടെ ശല്യം എന്ന് പറഞ്ഞ് ഞാൻ കഥ തുറക്കാൻ നോക്കിയപ്പോൾ കഥ തുറന്നപ്പോൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ സഭയിലെ സെക്രട്ടറിയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അച്ചായനായിരുന്നോ, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അല്പസമയം പ്രാർത്ഥിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ബെല്ലടിച്ചപ്പോഴേ തുറക്കാഞ്ഞത്.
ഞാൻ ടോയ്ലറ്റിലായിരുന്നെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. കാര്യം അച്ചായൻ മനസ്സിലാക്കണം എന്താണ്, ഞാൻ അങ്ങനെ അല്പസമയം കിട്ടിയാൽ എന്ത് ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണെന്നുള്ളത് അച്ചായനോട് മനസ്സിലാക്കട്ടെ. ദൈവവും പ്രസാദിക്കട്ടെ, മനുഷ്യനും പ്രസാദിക്കട്ടെ, അല്ലേ? ദൈവവും പ്രസാദിക്കും. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനും പ്രസാദം, പിന്നെ അച്ചായനും അറിയട്ടെ നമ്മൾ സഭയിൽ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളൊന്നും അല്ലെന്നുള്ളത് അച്ചായനോട് അറിയട്ടെ. ഞാൻ എന്താ ആസ്വദിക്കും, ഞാൻ ഈ പരീക്ഷനിൽ നിന്ന് എന്ത് വ്യത്യാസം എനിക്കുള്ളത്? ദർ ഇസ് നോ ഡിഫറൻസ്. എനിക്ക് യാതൊരു രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി. കാര്യം ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, അതിനിടയ്ക്ക് മനുഷ്യനെ കയറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രതിഫലം തീർന്നു. ബിക്കോസ് വാട്ട് യു എക്സ്പെക്റ്റഡ് യു റിസീവ്ഡ്. ദ റിവാർഡ് ഈസ് ഓൾറെഡി ഗിവൺ ആൻഡ് യു കനോട്ട് എക്സ്പെക്ട് അനദർ റിവാർഡ് ഫ്രം ഗാഡ്, because God is not in the scene. Even though I thought I was praying to God, it was not that I was in my close association with God and I have made somebody in between. I have made somebody stand in between me and God. ഒരാളെ ഞാൻ ഇടയ്ക്ക് കയറ്റി നിർത്തി. ഞങ്ങളുടെ സെക്രട്ടറി ആയിരിക്കും, ആരും ആയിരിക്കും. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് അവരോട് അറിയത്തക്ക രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് പറയാണ്, യു ആർ ജസ്റ്റ് ലൈക്ക് എ ഫാരസി. പരീശനിൽ നിന്ന് നീ വ്യത്യസ്തനല്ല. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കത്തില്ല. നിങ്ങളുടെ സ്വർഗസപിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണനാകണമെങ്കിൽ നിങ്ങളുടെ നീതി മനുഷ്യൻ്റെ മുമ്പിൽ ഒരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല. നിങ്ങളൊന്ന് പരിശ്രമിച്ച് നോക്ക്. ഞാനും പരിശ്രമിക്കണം. ഐ എം നോട്ട് സെയിങ് മെനി ടൈംസ് വി ആർ ടെംപ്റ്റഡ് to show our piety before others, and that's a great grievous mistake that we do. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്, മനുഷ്യൻ്റെ മുമ്പിൽ ആയിരിക്കരുത് ആ കാര്യം ചെയ്യുന്നത്. നിങ്ങൾ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹി ഈസ് ആസ്കിങ് യു ടു ഗോ ഡീപ്പ് ഇൻ ടു യുവർ ഇന്നർ റൂം. ഇവിടെ അറയിൽ കടന്നെന്ന് പറയുമ്പോഴത്തേക്ക് നിൻ്റെ ബെഡ്റൂമിൽ നീ ഒരുപക്ഷെ മാറ്റി വെച്ചിരിക്കുന്നതായ എ പ്ലേസ് ഫോർ യുവർ ദ ക്ലോസറ്റ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ദി ഇന്നർ റൂം. ഇന്നർ റൂമിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അറയിൽ കടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അറയിൽ കടന്നു കഴിഞ്ഞാലുണ്ട് ആ പ്രത്യേകത. വെൻ ഐ ആം മൈ ഇന്നർ റൂം, മൈ ബെഡ്റൂം, ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ് ഫോർ അതേഴ്സ്. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഐ എം മച്ച് ബോതേഡ്. ഞാനിപ്പം രാവിലെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ബെഡ്റൂമിലാണെങ്കിൽ മേ ബി ഐ ആം യൂസിങ് ജസ്റ്റ് ടീഷർട്ടിൻ്റെ അല്ല പറഞ്ഞു, മേ ബി ആ ഒരു സാൻഡോ ബെനീനോ മറ്റോ ഇട്ടായിരിക്കും ഞാൻ അവിടെ ഇരിക്കുന്നത്. മേ ഐ ആം യൂസിങ് എ ഷോർട്ട്സ് ഓർ ഇറ്റ് ഡസൻറ്റ് അഫക്ട് മീ ബിക്കോസ് ഐ എം എലോൺ. ആരെങ്കിലും ഒരാൾ കതകിന് തോട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് നേരെ പോയി കഥ തുറക്കുകയല്ല, ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ യോഗ്യനാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കഥ തുറക്കുന്നത്. ആം ഐ റൈറ്റ്? ഇതാണ് അറയിലുള്ള അവസ്ഥയും അറയ്ക്ക് പുറത്തുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. കർത്താവ് പറയുന്ന ഇതാണ്, വെൻ യു പ്രേ ആദ്യം ചെയ്യേണ്ടത് അറയിൽ കടന്ന് വാതിലടച്ചാൽ നിങ്ങൾ എത്രത്തോളം ഫ്രീ ആണോ അത്രത്തോളം ഫ്രീ ആയിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി അബദ്ധവശാൽ നമുക്ക് പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നാലും കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവും മാത്രമേ ഉള്ളൂ. മറ്റൊരാളെ പ്രീണിപ്പിക്കുവാനോ അവരുടെ പ്രസാദം നേടാനോ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും നിങ്ങളുടെ കയ്യിലില്ല. ഈവൻ യുവർ വേർഡ്സ് സംടൈംസ് വി ആർ ടെംപ്റ്റഡ് ടു യൂസ് ദി ഒരു ഫ്ലവറി ലാംഗ്വേജ് ഓർ എത്രയും നല്ല ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാൻ എന്തിനാ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞൊരു വാക്ക്, ഒരാൾ പറഞ്ഞത്, വെൻ ദിസ് മാൻ ഈസ് പ്രേയിങ്, ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഭയങ്കര ബഹളമാണെന്ന്. അതിന് എത്ര വലിയ ബഹളം? അതെ, സ്വർഗത്തിൽ ഡിക്ഷണറി ഇരിക്കുന്നത് മുകളിലത്തെ നിലയിലാണ്. ഇവൻ പറയുന്ന പല വാക്കുകളുടെ അർത്ഥം ദൈവത്തിന് മനസ്സിലാകുന്നില്ല. പിന്നെ ദൈവം പറയും ദൂതനോടാ അതിൻ്റെ അർത്ഥമില്ലാന്ന് പോയി നോക്കിയിട്ട് വരാം. മനുഷ്യനും ദൈവത്തിനും മനസ്സിലാകാത്ത ഭാഷയുടെ ഗിമ്മികളൊക്കെ കളിച്ചാണ് പല സമയത്തും നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. യു ആർ നോട്ട് പ്രേയിങ് ടു ഗാഡ്, യു ആർ പ്രേയിങ് ടു മെൻ. മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് പ്രാർത്ഥന കാണിക്കാനുള്ള, അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ള ഒരു ഒരു അഹങ്കാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ഗാഡ്, യു ആർ നോട്ട് പ്രേയിങ് ടു ഗാഡ്. നിങ്ങൾ ഭയങ്കര തെറ്റാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗ്രീവിയസ് മിസ്റ്റേക്ക് ബിക്കോസ് യു ആർ പുട്ടിങ് മാൻ ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്. ചില പാസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ അവരുടെ അടുത്ത് ഞാൻ യോഗത്തിന് പോയിട്ട് ഒരു പാസ്റ്ററാണെന്നുള്ള ഒരു പരിഗണന വേണമല്ലോ, എനിക്കൊരു പ്രാർത്ഥിക്കാൻ പോലും അവസരം തന്നില്ലെന്ന്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം, ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോലെ, അതിനിപ്പോൾ എന്തോ അവസരത്തിനൊക്കെ എന്തോ വലിയ ആനക്കാര്യം.
അത് പറ്റത്തില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ എന്തോ പ്രാർത്ഥിക്കാൻ എന്തിനാ അവസരം? എടാ, എനിക്ക് എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കരുതോ? ബസ് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കരുതോ? വീട്ടിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കരുതോ? ചന്തയിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ എന്തിനാ പ്രത്യേകിച്ച് അവസരം? അത് പറ്റത്തില്ല. എന്താണ്? മൈക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അതാ അവസരം. ആരോടായി പ്രാർത്ഥിക്കുന്നത്? Do you think that you are praying to God? No, you are praying to man, or you are showing yourself. Your piety is before men, and you are no more better than the Pharisee. And if you are just like the Pharisee, you are not going to enter into heaven. നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറത്തില്ലെന്നാണ് പറയുന്നത്. മൈക്കെ പിടിച്ച് പ്രാർത്ഥിക്കാൻ അവസരം തിരക്കുന്ന ഒരുത്തൻ ഇവിടെ ചെല്ലത്തില്ല, സ്വർഗത്തിൽ ചെല്ലത്തില്ലെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല, ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ സ്വർഗത്തിൻ്റെ കവാടം എനിക്ക് വേണ്ടി അടച്ചു കളയുകയാണ്. എനിക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ അടച്ചു കളയുന്നതായ ഒരു സ്റ്റേജാണ്. ഞാൻ അകത്തേക്ക് കയറുമ്പോൾ വെൻ ഐ എം മൈ ഇന്നർ റൂം, യു നോ ഇറ്റ്സ് എ ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഐ ഹോപ്പ് യു ഓൾ പ്രാക്ടീസ് ഇറ്റ്. ദെയർ യു ആർ ഫ്രീ. ദർ ഇസ് നോ മെൻ ബിഫോർ യു, യു ആൻഡ് യുവർ ഹെവൻലി ഫാദർ, ദാറ്റ്സ് ഓൾ. നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവും, വേറെ ആരുമില്ല അവിടെ. നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവും മാത്രമേ ഉള്ളെങ്കിൽ എന്തൊരു ഫ്രീഡമാണെന്നറിയാമോ? യു ക്യാൻ പ്രേ, യു ക്യാൻ ഷൗട്ട്, യു ക്യാൻ ക്രൈ, യു ക്യാൻ ഫോൾ ഡൗൺ, യു ക്യാൻ ഈവൻ കീപ് സൈലൻസ് ഫോർ ആൻ അവർ. മറ്റിടത്തത് പറ്റുകയില്ല. ഞാൻ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വാക്കുകൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് നമുക്ക്, അല്ലേ? കാര്യം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കയറി നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി വാക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രയാസമല്ലേ? പക്ഷേ അറയിൽ കിടന്ന് വാതിലടച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എനിക്ക് വാക്ക് കിട്ടുന്നവരെ എനിക്ക് നോക്കിയിരിക്കാമല്ലോ. സംടൈംസ് ഐ എം ക്രൈയിങ്, ഐ എം ഗ്രോണിങ്. ഞാൻ കരയുന്നു. യു നോ വൈ? ബിക്കോസ് ഐ എം അലോൺ. ഐ എം നോട്ട് എമംഗ് ദ പീപ്പിൾ. മീ ആൻഡ് മൈ ഹെവൻലി ഫാദർ, ഞാനും എൻ്റെ സ്വർഗസ്ഥ പിതാവും മാത്രമുള്ള ഒരു സ്റ്റേജ്. മറ്റൊരു കാര്യം, ഈ അറയിൽ കടന്ന് വാതിലടയ്ക്കുമ്പോഴാണ് ദൈവം നിങ്ങളുടെ രഹസ്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ പരസ്യ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളുടെ രഹസ്യത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, നിങ്ങളുടെ രഹസ്യ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല, നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുന്നില്ല. All these things happens only when you are alone with God in your inner room. Inner room എന്ന് പറയുമ്പോഴത്തേക്ക് I told you, it doesn't mean sometimes, you know, many of the people doesn't have an inner room. But അറയിൽ കടന്ന് വാതിലടച്ചാൽ വേറെ ആരും ഇല്ലാത്തതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവും ആയിട്ട് നിങ്ങൾ മാത്രമായിത്തീരുന്നത് പോലെയുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഇത് പ്രയറിൻ്റെ കാര്യം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈവൻ ഐ ഹാവ് മെയ്ഡ് എ ലോങ് ബൈബിൾ സ്റ്റഡി ഓൺ പ്രയർ. യു ക്യാൻ ഹാവ് ഇറ്റ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുവോളം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. When you are your inner room, you know what happens? You are freed from your self-conscience. നിങ്ങളുടെ ഞാൻ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക്, മറ്റുള്ള മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്താണ്? എനിക്ക് എൻ്റെ മാന്യത സൂക്ഷിച്ചാലേ പറ്റുള്ളൂ. ഈ അണ്ടർസ്റ്റാൻഡ്? എനിക്ക് എൻ്റെ മാന്യത സൂക്ഷിക്കണം. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ബോധവാനാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുതെന്നൊക്കെ എനിക്ക് തന്നെ ഒരു ബോധമുണ്ട്. പരസ്യമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്താണെങ്കിലും ആ ഒരു ബോധത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിടുതൽ പ്രാപിക്കാൻ പറ്റത്തില്ല. പക്ഷേ when I'm in my inner room, ഞാൻ എൻ്റെ സീക്രസിയിലാകുമ്പോഴത്തേക്ക് എൻ്റെ ആ ഞാനെന്താണ് സെൽഫ് കോൺഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്നെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? മാറി നിൽക്കുകയാണ്. അവിടെയാണ് ഹോളി സ്പിരിറ്റ് എനിക്കൊരു ട്വിസ്റ്റ് തരികയാണ്. There comes the Holy Spirit. ഞാനവിടെ ഒരു പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യായിരിക്കും, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയെ തുറന്നു നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. When I am alone, you know, the Holy Spirit comes in. When I am in public, പല സമയത്തും അത് പറ്റത്തില്ല. And Holy Spirit comes and gives me a twist. അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ രഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് എൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള സബ്കോൺഷ്യസ് എന്ന് പറയുന്നതിലേക്ക് സബ്കോൺഷ്യസ് റെൽത്തിലേക്ക് പരിശോധന ഇറങ്ങി വരികയാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വരികയാണ്. ഹോളി സ്പിരിറ്റ് ഇറങ്ങി വരികയാണ്. അവിടെ അവൻ ഞാൻ എന്ത് പ്രാർത്ഥിക്കണമോ അത് പ്രാർത്ഥിപ്പിക്കുകയാണ്.
എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പാഷൻസ് നിറയ്ക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഓടിച്ച് പറയുന്നുള്ളതേ ഉള്ളൂ. യുനോ എബൌട്ട് ഇൻ്റർസെഷൻ വി യൂസ് ടു സേ ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇൻ്റർസെഷൻ. നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർസീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മാപ്പ് വെച്ച് ഒത്തിരി കാര്യങ്ങൾ, ഇവിടെ ഇത്ര ക്രിസ്ത്യാനികളെ ഉള്ളൂ, അതുകൊണ്ട് ഈ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഇവിടെ ഇത്ര ക്രിസ്ത്യാനികളെ ഉള്ളൂ, അതുകൊണ്ട് ഈ സ്ഥലത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദാറ്റ്സ് ഗുഡ് ഇൻഫർമേഷൻ. പക്ഷേ വെൻ യു ആർ അലോൺ വിത്ത് ഗാഡ്, സംടൈംസ് ഈവൻ വിതൗട്ട് ഇൻഫർമേഷൻ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് ഇൻ ആൻഡ് ഹീ സ്റ്റാർട്ട് സ്റ്റിറിങ് അവർ സ്പിരിറ്റ് വിതിൻ. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോധത്തിലാണല്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോധതലത്തിലാണല്ലോ എല്ലാ പ്രവൃത്തിയും നടക്കുന്നത്. പാഷൻ എൻ്റെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതിന് തുണ നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തി അവിടെ ദൈവത്തിൻ്റെ പാഷൻസ് കൊണ്ട് നിറച്ച് ഒരു പുതിയ പ്രാർത്ഥനാനുഭവം നൽകാനും ദൈവത്തിന് മടിയുണ്ടാകത്തില്ല. ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ യു ആർ അലോൺ. പ്രാർത്ഥന സ്വർഗസ്ഥ പിതാവിനോടുള്ള ഒരു ബന്ധമാണ്. നമുക്കറിയാമല്ലോ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ കർത്താവ് നമുക്ക് വലിയ ഒരു അവസരം തന്നിരിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 19 അവിടെ പറയുന്ന ഭാഗം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഉള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൻ്റെ ശരീരത്തിൽ കഴുകപ്പെട്ടവരും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട്. ദിസ് ഈസ് ഓൾ എന്താണ് വളരെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് ഓൾ ഡൺ ബൈ ജീസസ്. നമുക്കൊരു പുതിയ പ്രവേശനം തിരശീലയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു പുതുവഴി തുറന്നു തന്നിരിക്കുകയാണ്. പുതുവഴി തുറന്നു തന്നിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. ഹോളി ഓഫ് ഹോളീസിലോട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കയറി ചെല്ലാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഹോളി ഓഫ് ഹോളീസിലോട്ട് കയറി ചെല്ലാൻ ഐ ഡോണ്ട് തിങ്ക് വെൻ യു ആർ ഇൻ ഒരു പബ്ലിക് മൈതാനത്ത് നിന്നുകൊണ്ട് മൈക്കിനകത്തോടെ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കുമ്പോൾ ഹോളി ഓഫ് ഹോളീസിലോട്ട് കയറി നിൽക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അങ്ങനെയൊക്കെ സിദ്ധന്മാരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പക്ഷേ it is difficult, but it is so easy for you to enter into the holy of holies when you are alone with your heavenly father in your inner room. നിങ്ങളുടെ അറയിൽ കടന്ന് വാതിലടച്ച് സ്വർഗസ്ഥ പിതാവുമായിട്ടുള്ള ആ നിരന്തര ബന്ധത്തിലായിരിക്കുമ്പോൾ ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ ഹോളി ഓഫ് ഹോളീസിലേക്ക് ചെന്ന് അവനുമായിട്ടുള്ള സംയോഗം, അതൊരു വലിയൊരു പോസിബിലിറ്റി. അതിനുവേണ്ടി അവൻ പുതുവഴി തുറന്നു തന്നിരിക്കുകയാണ്. യേശുവാണ് പുതുവഴി തുറന്നിരിക്കുന്നത്. അവൻ്റെ രക്തം കൊടുത്തിട്ടാണ്. അത് നമ്മുടെ എഫേർട്ടല്ല. ഈ ഹോളി ഓഫ് ഹോളീസിലേക്കുള്ള പ്രവേശനം നമ്മുടെ എഫേർട്ടല്ല. ഞാൻ പ്രേരണയെക്കുറിച്ചുള്ള ഒരു ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് ഒരാൾ അദ്ദേഹം എഴുതിയ ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ദിവസം ഒരു പാസ്റ്ററാണ്, അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദിവസം വൈകുന്നേരം ദൈവസന്നിധി ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ വേണ്ടത്ര വേദോസം വായിക്കുകയോ ആത്മാക്കളെ നേടി ഒന്നും ചെയ്തില്ല. ഇന്ന് വാസ്തവത്തിൽ നിൻ്റെ സന്നിധി വരാനായിട്ട് എനിക്കൊരു യോഗ്യതയില്ല. ഇന്ന് വേണ്ടത്ര ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഉറങ്ങിയും പോയി. അതുകൊണ്ട് ഇന്ന് വേണ്ടത്ര ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ എനിക്കൊരു യോഗ്യതയില്ല. എന്നെ കർത്താവ് ചോദിച്ചു, എന്താ യോഗ്യതയില്ലാത്ത? കാര്യം ഞാൻ വേണ്ടത്ര ഒന്നും ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. കർത്താവ് ചോദിച്ചു, നീ അങ്ങ് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ യോഗ്യത ഉണ്ടായിരിക്കും എന്നാണോ നീ ചിന്തിക്കുന്നത്? നീ ഇന്ന് വേദപുസ്തകത്തിൻ്റെ 42 ചാപ്റ്റർ മുട്ടിന്മേൽ നിന്ന് വായിച്ചാലും 8 മണിക്കൂർ ആളുകളോട് സുവിശേഷം പറഞ്ഞാലും 30 പേരെ കർത്താവിലേക്ക് നടത്തിയാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറാൻ ഇതിനേക്കാൾ കൂടുതൽ യോഗ്യത നിനക്കുണ്ടായിരിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് കർത്താവ് ചോദിച്ചത്. ഉണ്ടാവുമോ? ടെൽ മീ. ഇല്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ നോക്കിയപ്പോൾ അവിടേക്കുള്ള പ്രവേശനം എനിക്ക് നേടിത്തരുന്നത് എൻ്റെ വിയർപ്പല്ല, യേശു കർത്താവിൻ്റെ രക്തമാണ്. ഹോളി ഓഫ് ഹോളീസിലേക്ക് എനിക്ക് പ്രവേശനം നേടിത്തരുന്നത് എൻ്റെ വിയർപ്പല്ല, എൻ്റെ അധ്വാനമല്ല, പിന്നെ എന്താണ്? യേശുവിൻ്റെ രക്തമാണ്. So we have given the privilege to enter into the Holy of Holies because Jesus shed his blood on the cross. ആ രഹസ്യത്തിലുള്ള പിതാവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുവാനുള്ള വലിയ ഒരു അനുഭവം കർത്താവ് നമുക്ക് പ്രാർത്ഥനയിലൂടെ നൽകിയിരിക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1-2 കാര്യങ്ങളോട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് യു നീഡ് ടു ബി ഡിഫറെൻറ്റ്
മേ ബി ഈവനിങ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. നിങ്ങൾ അത് മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരീശനെ പോലെ ആകരുതെന്ന് തന്നെയല്ല, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്തും ആകാൻ പാടില്ല, ജാതികളെ പോലെയും ആകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. പ്രേരണയെക്കുറിച്ചുള്ള എൻ്റെ സീരീസിന് ഞാൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു പോകുകയാണ്. അതിനകത്ത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച്, പ്രേരണയെക്കുറിച്ചുള്ള ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെയും ആകരുത്. ഇനി അടുത്ത ഒരു കാര്യം, ജാതികളുടെ പ്രത്യേകത എവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ഡു നോട്ട് ഹീപ്പ് അപ്പ് എംപ്റ്റി വേർഡ്സ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം അതാണ്. വെറുതെ ചുമ്മാ വർത്തമാനം പറയുന്നതിനകത്ത് അർത്ഥമില്ല, കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്തല്ല. ഇറ്റ്സ് നോട്ട് ഹീപ്പിംഗ് അപ്പ് എംപ്റ്റി വേർഡ്സ്. ആവർത്തിക്കരുതെന്നല്ല ഇതിനകത്തെ അർത്ഥം. ഒരേ പ്രാർത്ഥന പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിനകത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ കാണാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. യേശു കർത്താവ് ഒരേ പ്രാർത്ഥന 3 വട്ടം ചൊല്ലിയെന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ വിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എന്താണ്, അവൻ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നുള്ള പ്രാർത്ഥന അവിടെ അവൻ 3 വട്ടം ചൊല്ലിയെന്ന് എഴുതി. 3 വട്ടം ലൂക്കോസ് എഴുതി. അപ്പോൾ ഒരേ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടാകുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഈ ശൂലം മാറിപ്പോകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരായോ എന്ന് ചോദിച്ചേക്കാം. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റൊന്നും ഉണ്ടാകുന്നൊന്നുമില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഈ കാര്യം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് ജാതികൾ ചിന്തിക്കുന്നത്. അത് ജാതികളുടെ ചിന്തയാണ്. ബുദ്ധിസ്റ്റുകളും മറ്റും അങ്ങനെയാണ്. ഐ ഹവ് സീൻ, ഞാൻ ബുദ്ധിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പലയിടത്തും മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ഈ പ്രാർത്ഥനയൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് വലിച്ചു കെട്ടിയിരിക്കും. എന്തിനാണെന്നറിയാമോ? അവരുടെ ചിന്ത പ്രിൻറ്റ് ചെയ്ത പ്രാർത്ഥനയിൽ ഓരോ പ്രാവശ്യം കാറ്റടിക്കുമ്പോഴും അങ്ങോട്ട് ഓടുമ്പോഴും ഇങ്ങോട്ട് ആടുമ്പോഴും ഓരോ പ്രാവശ്യമായിട്ട് ദൈവം അത് പ്രാർത്ഥന കണക്കാക്കുമെന്ന്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥന എഴുതിയ ചക്രം ഇങ്ങോട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കും. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും, കാര്യം പറയാൻ വയ്യ, ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും എന്താ ഇതിനകത്ത് പ്രയോജനം ഉണ്ടാകും, ഇതങ്ങ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലും. ഇതൊക്കെ നിങ്ങൾ അവരെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല. ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമുക്കും ഈ ചിന്തയൊക്കെ ഉണ്ട്. നമുക്കും ചിന്തയുള്ളതുകൊണ്ടാണ് ഒരു കാര്യം സാധിക്കാൻ 3 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞിട്ട് അന്ന് നടന്നില്ലെങ്കിൽ എന്നാൽ പിന്നെ അതങ്ങ് 7 ആക്കിയേക്കാമെന്ന് ചിന്തിക്കുന്നത്. നിങ്ങൾ 7 അല്ല 70 എടുത്താലും എന്താണ്, നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമല്ലാതെ വേറെ ഒരു കാര്യം നടക്കാൻ പറ്റത്തില്ല. കാര്യം യു കനോട്ട് മാനിപ്പുലേറ്റ് ഗാഡ് വിത്ത് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു കാര്യം. ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളില്ലാത്തവനാണ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർഎവർ. നിങ്ങൾ പ്രാർത്ഥിച്ചൊന്നും ദൈവത്തെ മാറ്റാനൊന്നും പറ്റത്തില്ല. പിന്നെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ മാറുമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മാറാൻ ആ പ്രാർത്ഥനയും. നിങ്ങൾ മാറുമ്പോൾ ദൈവം, നിങ്ങൾ മാറിയത് കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യം ചെയ്തു തന്നിരിക്കും. പലപ്പോഴും ദൈവം നമുക്കൊരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സപ്പോസ് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോള് 15 വയസ്സുള്ളപ്പം അല്ലെങ്കിൽ 16 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള് 10th കഴിഞ്ഞു. 10th കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെന്ന് പറയുക, അപ്പോൾ എനിക്കൊരു സ്കൂട്ടർ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല. അവൾ പിന്നെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ എന്നും പ്രാർത്ഥനയാത്തോ, എന്നും കാണുമ്പം ബൈക്ക് വാങ്ങിച്ച 2 കൊല്ലം അവൾ അലച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു. ഓടി ഞാനൊരു ബൈക്ക് അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൾ പറയുന്നതെന്നറിയാമോ? നാട് നിങ്ങളെ ചെന്ന് കണ്ടോ, തരത്തില്ലായിരുന്നു അങ്ങേര്, പിന്നെ ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് വാങ്ങിച്ചതാ. 2 വർഷം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് കണ്ടോ ബൈക്ക് വാങ്ങിച്ചു തന്നത്. അങ്ങനെ നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും കിട്ടും. എന്ന സത്യം ഞാൻ പറയട്ടെ, ഇവളുടെ പ്രാർത്ഥനയും ഞാൻ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നറിയാമോ? ഇവൾ എന്നോട് ബൈക്ക് ചോദിക്കുന്ന അവൾക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. അന്ന് അവൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. ലൈസൻസ് എടുക്കണമെങ്കിൽ 18 വയസ്സ് വേണം. അവൾക്ക് 18 വയസ്സായപ്പോൾ എനിക്കറിയാമല്ലോ അവൾക്ക് ബൈക്ക് വേണമെന്ന്. 16 വയസ്സുള്ളപ്പോൾ അവൾ അപ്പുറത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവൾക്ക് പ്രത്യേകിച്ച് അവിടെ പോകാൻ ബൈക്കിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവൾക്ക് 18 വയസ്സായപ്പോൾ ഒരുപക്ഷെ അവൾ കോളേജിലോട്ട് കയറുന്നു. കോളേജിൽ കയറിയപ്പോൾ അവൾക്ക് പോകാൻ ചിലപ്പോൾ ബൈക്ക് വേണമായിരിക്കും. ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അവളുടെ ആവശ്യത്തിൻ്റെ സമയത്ത് ഞാൻ കൊടുത്തു. ഇവൾ ചോദിച്ചത് നേരത്തെ ആയിപ്പോയി, എൻ്റെ കുറ്റമല്ല. ഇതുപോലെ നമ്മളുടെ ആവശ്യങ്ങളുടെ സമയത്തല്ലാതെ നമ്മൾ നേരത്തെ ചോദിച്ച് ഇച്ചിരി കൂടുതൽ ചോദിച്ച് കിട്ടുമ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു, ചോദിച്ചപ്പോൾ ആവശ്യമില്ലായിരുന്നെന്ന് ഓർത്താൽ മതി. അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ചതൊന്നും അല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ആളുകൾ പറയുമല്ലോ അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കണ്ടല്ലോ. ഇവിടെ പറയുന്നൊരു കാര്യം എന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നുണ്ട്. കണ്ടോ? അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും,
എന്തോ സഹോദര, ഇതൊക്കെ നിങ്ങൾ ചുമ്മാ ഇവിടുന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. നിങ്ങളൊന്നും പ്രാർത്ഥിച്ച് വാങ്ങിച്ചൊന്നുമല്ല. നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ദൈവം നൽകുന്ന ഒരു ബ്ലെസ്സിങ് എപ്പോഴാണ് തരുന്നതെന്ന് ചോദിച്ചാൽ, അത് ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോഴാണ്. പ്രാർത്ഥനയുടെ കാലയളവിൽ സംഭവിക്കുന്ന ഏക കാര്യം നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്താണ്, പ്രാർത്ഥിച്ച് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ല. പ്രാർത്ഥനയിൽ വ്യത്യാസം ഉണ്ടാകുന്ന ആർക്കാണ്? നമുക്കാണ്. ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ഏത് അനുഗ്രഹവും, ഇഫ് യു കോൾ ഇറ്റ് എ ബ്ലെസ്സിങ്, അത് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരുമ്പോൾ കർത്താവ് അത് തരുന്നു. അത്രയേ ഉള്ളൂ. പക്ഷെ പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇല്ലെന്ന് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് അവനെ വ്യത്യാസപ്പെടുത്തുകയല്ല, പ്രത്യേകം എന്താണ്, പ്രാർത്ഥനയിൽ നമ്മളെ വ്യത്യാസപ്പെടുത്തുകയാണ്. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ ക്യാരക്ടർ നിങ്ങളിലേക്ക് വരാനാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പിടിച്ചു വാങ്ങിക്കാനല്ല. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്വർഗ്ഗസ്ഥ പിതാവിനെ പോലെ ആകാനാണ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? വെൻ യു പ്രേ, യു ആർ ബിക്കമിങ് ലൈക്ക് യുവർ ഹെവൻലി ഫാദർ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിനെ പോലെ നിങ്ങൾ പ്യുവർ ആവുകയാണ്. അവൻ നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ദൈവ സംസർഗം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവ സംസർഗമാണ്. പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവ സംസർഗമാണ്. ആ ദൈവ സംസർഗത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഉപവാസത്തെക്കുറിച്ച് അവിടെ പറയുന്ന 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉപവാസം ഒരിക്കലും പ്രകടനാത്മകമാകരുതെന്ന് കൃത്യമായിട്ട് കർത്താവ് പറയുന്നു. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ അത് പബ്ലിക്കാക്കരുതെന്നാണ് അതിൻ്റെ അകത്ത് അർത്ഥം. ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിക്കായിട്ട് നമ്മളുടെ ഒരു പബ്ലിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉപവാസ പ്രാർത്ഥന. ഒരു ഉപവാസം നടത്തണമെന്ന് അല്ലെങ്കിൽ ഉപവസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ നമ്മൾ ആദ്യം നോക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനം കിട്ടുമെന്നാണ്. നമ്മൾ ഉപവസിക്കണമെന്ന് ചിന്തിച്ചാൽ 40 ദിവസത്തേക്ക് ആദ്യം എന്തോ ചെയ്യും? പുത്തരിക്കണ്ടം മൈതാനം അങ്ങ് ബുക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള സകല സ്ഥലങ്ങളിലും, മഞ്ചേശ്വരം വരെയുള്ള സ്ഥലങ്ങളിൽ എന്തോ ഒട്ടിച്ചു വെക്കുന്നു, ഫ്ലെക്സ് അടിച്ചു വെക്കുന്നു. ഉപവാസ പ്രാർത്ഥനയും വിടുതലും. ആരുടെ ഉപവാസ പ്രാർത്ഥനയാണ് ഇത്? പരീശൻ്റെ ഉപവാസ പ്രാർത്ഥന, അല്ലാതെ ആരുടെ ഉപവാസ പ്രാർത്ഥനയാണ്? കാര്യം പരീശനാണ് എന്തോ ചെയ്യുന്നത്? ഇത് പ്രകടമാക്കുന്നത്. ഫാസ്റ്റിംഗ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. റിച്ചാർഡ് ഫോസ്റ്ററിൻ്റെ ദ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻസിനെ കുറിച്ച് അദ്ദേഹം നല്ല ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ റിഡ്ജ്, ഒരു കടൽപ്പാലം പോലെയാണ്. കടൽപ്പാലത്തിൻ്റെ പ്രത്യേകതയുണ്ട്, 2 സൈഡിലും കടലാണ്. 2 സൈഡിലും കടലാണ്. നമുക്ക് നടന്നു പോകണമെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കണം. ഈ പാലത്തെ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും എന്താണ്? കടലാണ്. ഇതേപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയുന്നത് ഈ കടൽപ്പാലം പോലെ സ്പിരിച്വൽ ഡിസിപ്ലിൻ സൂക്ഷിക്കുന്നവരുടെ മേൽ മാത്രമാണ്. അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറിയാൽ നമ്മൾ നേരത്തെ എവിടെയായിരുന്നു? നമ്മൾ പാപത്തിൻ്റെ ആഴക്കടലിലായിരുന്നു. ഇവിടെ നിന്ന് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് പോയാൽ മറ്റൊരു കടലിലേക്കാണ് വീഴുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അത് നമ്മുടെ സെൽഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്ന പുതിയ കടലിലേക്കാണ്. പലപ്പോഴും ഉണ്ടാകുന്ന സ്വയനീതീകരണം, പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, പാപത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് വല്ല വിധേനം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെല്ലാം ഇപ്പോൾ ഏത് കടലിൽ കിടക്കുക? സ്വയനീതീകരണത്തിൻ്റെ കടലിൽ പോയി കിടക്കുകയാണ്, സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ. ഈ പാപത്തിൻ്റെ ആഴക്കടലിൽ നിന്നും രക്ഷപ്പെട്ട് സ്വയനീതീകരണത്തിൻ്റെ ആഴക്കടലിലേക്ക് വീഴാതിരിക്കാനുള്ള ഒരു കടൽപ്പാലമാണ് വാസ്തവത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ സ്പിരിച്വൽ ഡിസിപ്ലിനിലെ ഒരു പ്രധാന കാര്യമാണ് ഫാസ്റ്റിംഗ്. നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിലും നല്ല കർത്താവ് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നല്ല, ഇഫ് യു പ്രേ എന്നല്ല, വെൻ യു പ്രേ. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും പരീശന്മാർക്ക് വേണ്ടിയുള്ളതല്ല. പ്രാർത്ഥനയും ഉപവാസവും ആർക്ക് വേണ്ടിയുള്ളതാണ്? ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എന്തിന്? ഈ സെൽഫ് റൈച്ചിയസ്നെസ്സിൻ്റെ ബലത്തെ കടലിലേക്ക് വീണു പോകാതിരിക്കാൻ. ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് വെൻ വി ആർ in our spiritual journey that we fall into the great pit of self-righteousness. ഈ സ്വയനീതീകരണത്തിൻ്റെ, ഞാൻ തന്നെ അത്ര മോശക്കാരനല്ലെന്നുള്ള ചിന്തയുടെ ഒരു സ്വയനീതീകരണത്തിലേക്ക് വീണു പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും എല്ലാം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാനാണ്. എന്തിന്?
എല്ലാം ദൈവകൃപയാണെന്ന് എപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി. പക്ഷേ നിർഭാഗ്യവശാൽ, ആ വാക്കുപയോഗം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് ഈ സ്പിരിച്വൽ ഡിസിപ്ലിൻ തന്നെ അഹങ്കാരത്തിനുള്ള കാരണമായി തീർന്നിരിക്കുകയാണ്. സ്പിരിച്വൽ ഇപ്പം നമ്മൾ പറയുന്നത് എന്തോ കഴിഞ്ഞ 21 വെള്ളിയാഴ്ച ഉപവാസം എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയെന്നോ എന്ന് പറയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യുകയാണ്? നമ്മൾ സ്വയം നീതീകരണത്തിലേക്ക് കടന്നു പോകുകയാണ്. അവിടെയാണ് ഇത് പബ്ലിക് ആകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. പബ്ലിക്കായിട്ടൊരു കാര്യം, നമ്മളൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്, വീണ്ടും സ്വയം നീതീകരണത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, വീണു പോകുന്നത്. അതുകൊണ്ട് ഉപവാസം പോലെയുള്ള ഏത് സ്പിരിച്വൽ ഡിസിപ്ലിനും പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എല്ലാവരും കൂടെ നിങ്ങളുടെ സഭയിൽ വന്നിരുന്ന് ഉപവാസം എടുക്കുന്നതിനകത്ത് ഞാൻ തെറ്റൊന്നും പറയല്ല. പക്ഷേ 40 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ 40 എടുത്തിന് ഒരു 40 ഇരിക്കണം ബ്രദറെ ഈ മാസം, ഞങ്ങൾ പിന്നെയും 40 21 എന്നൊക്കെ പറയാനാണെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ് നമ്മളെ തന്നെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലുടനീളം ഉപവാസത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും അതിനോട് ചേർന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഞങ്ങൾ ഉപവാസത്താൽ ആത്മതപനം ചെയ്തെന്ന്. വി ആർ അഫ്ലിക്റ്റിംഗ് അവർ സോൾ. ഞങ്ങളുടെ ആത്മതപനം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അന്തരേന്ദ്രിയത്തിൽ, ശരിക്കും ഉപവാസത്തിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന തെറ്റുകൾ, പാപങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസത്തിൻ്റെ ഒരു ഗുണം അതാണ്. നമുക്കറിയാമല്ലോ, ഉപവാസം എടുക്കുമ്പോൾ ഇച്ചിരി ദേഷ്യം കൂടുതലായിരിക്കും ആൾക്കാർക്ക്. ഉപവാസം എടുത്തിട്ടുള്ളവർക്കറിയാം. ഉപവാസം എടുക്കുമ്പം ഇല്ലയോ? അങ്ങനെ ഇല്ലയോ? അത് ഉപവാസം എടുക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് വിശുദ്ധരായിത്തീരുമൊന്നുമല്ല. നമുക്ക് ഉപവാസം എടുക്കുമ്പോൾ ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, നമ്മുടെ പാഷൻസ് കൂടുകയാണ്. ഇതൊരു ഫാക്റ്റാണ്. അതൊരു ഫാക്റ്റാണെന്ന് പറഞ്ഞാൽ ഫാക്റ്റാണെന്ന് സമ്മതിക്കണം. ഏറ്റവും കുറഞ്ഞത് ദൈവസന്നിധി കള്ളം പറയരുത്. ഇതൊക്കെയാണ് ശരി. എന്തുകൊണ്ടാണ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കൂടുതൽ ദേഷ്യം വരുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴും ഈ ദേഷ്യം ഇതിനകത്തുണ്ട്. പക്ഷേ ദേഷ്യം വരുമ്പോൾ നേരത്തെ നമ്മൾ ഭക്ഷണം കൊണ്ടൊക്കെ ഇതിനൊന്ന് സബ്സൈഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യുന്നു? കുറേ കൂടെ ഉയർന്നു വരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കണ്ണമ്പള്ളി സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനന്ന് അവിടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഐ വാസ് നോട്ട് എ റെഗുലർ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ പാസ്റ്റർ ഉപവാസം കൊടുക്കുന്ന ദിവസം അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കെല്ലാം ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്നോട് പറയും, സാറേ പുള്ളി ഒന്ന് സൂക്ഷിച്ച് ഒന്ന് പറയണം കേട്ടോ, പുള്ളി ഇന്ന് ഫാസ്റ്റിങ്, ഞങ്ങൾക്ക് പേടിയാണ്. കാര്യം ഫാസ്റ്റിംഗ് ആണെങ്കിൽ അന്ന് ബഹളമായിരിക്കും. അത് നമ്മളൊരു തമാശയായിട്ട് ചിന്തിച്ചാൽ ഇതൊരു ഫാക്റ്റാണ്. ഉപവാസം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതിനെയൊക്കെ പുറത്ത് കൊണ്ടുവരുന്നു. അതിനെ തപിപ്പിക്കുക അല്ലെങ്കിൽ അഫ്ലിക്റ്റ് ചെയ്യുക, അതാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. നമ്മൾ ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്നുള്ളത്. എമി കാർമൈക്കിൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നടന്നു പോകുമ്പോൾ നല്ല ശുദ്ധജലമായിരിക്കും കണ്ടാൽ, പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ കൈക്ക് തട്ടിയിട്ട് വെള്ളം താഴെ വീഴുമ്പോൾ അതിനകത്ത് ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ തട്ടിയോനെ കുറ്റം പറയരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ അനക്കാതെ കൊണ്ടുപോയപ്പോൾ ചെളി എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? ഇതിനകത്ത് അടിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഒന്ന് കുലുങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഇത് ഇളകി വന്നു. ഇതാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ നോർമൽ ലൈഫിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ ബ്രദറേ എന്നൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് എപ്പോഴാണ് അറിയുന്നതെന്നറിയാമോ? ഒന്ന് കുലുങ്ങുമ്പോഴാണ് ഇതിനകത്ത് കിടക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് അറിയുന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, മാൻ ഷാൽ ബി ജഡ്ജഡ് ബൈ എവറി കെയർലെസ് വേർഡ് ഹീ സ്പീക്ക്. മനുഷ്യൻ അവൻ്റെ നിസാര വാക്കിനാൽ വിധിക്കപ്പെടുമെന്ന്. നിസാര വാക്കെന്നല്ല, അറിയാതെ പറയുന്ന വാക്കിനാൽ അവൻ വിധിക്കപ്പെടും. ബോധപൂർവം പറയുന്ന വാക്കുകൊണ്ടല്ല നമ്മൾ ആരാന്നറിയുന്നത്, നമ്മൾ കെയർലെസ്സായിട്ട് പറയുന്ന വാക്കുകൊണ്ടാണ് നമ്മൾ ആരാണെന്നുള്ളത് അറിയുന്നത്. പലപ്പോഴും ബോധപൂർവം പറയുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളാണ്. ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പലയിടത്തും പറയാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലിപ്പം ഇച്ചിരി വിശാലമായ മുറ്റം ഞങ്ങൾക്കുണ്ട്. പഴയ വീടല്ലേ, അപ്പോൾ അതുകൊണ്ട് മുറ്റമൊക്കെ വലിയ പൂപ്പന്മാരുടെ കാലത്തെ വീടായതുകൊണ്ട്. അപ്പോൾ പിള്ളേരവിടെ കളിക്കാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ടിൻഡഡ് ഗ്ലാസ്സാണ്. അപ്പം ഒരു പിള്ളേർ ക്രിക്കറ്റ് കളിച്ചു, അയൽവക്കത്തെ പിള്ളേരോട് ക്രിക്കറ്റ് കളിച്ച കൂട്ടത്തിൽ നേരെ വന്നു ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് പന്ത് വന്ന് താഴെ ഞങ്ങളുടെ മുറി വന്നു. ഞാനും പാസ്റ്ററും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം പന്തടിച്ച ചെറുക്കൻ അവിടെ വന്നിട്ട് ഇങ്ങനെ പമ്മി നിൽക്കുക, ഈ അടുത്ത് എന്തോ കേൾക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ വന്ന് നിൽക്കുക. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മോനെ ടോണി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോനെ, ഒന്നാമത് ഇത് ടിൻഡർ ഗ്ലാസ്സാണ്, ഇനി ഈ കളറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൂക്ഷിച്ച് കളിക്കണമെന്ന് പറഞ്ഞതല്ലേ, സാരമില്ല മോനി പന്തെടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ വളരെ മാന്യമായിട്ട് അവനെന്ത് ചെയ്തു, പന്തെടുത്ത് കൊടുത്ത് അവനെ കളിക്കാൻ വിട്ടു. നിങ്ങൾ ചിന്തിക്കും ഞാൻ എത്ര നല്ല മനുഷ്യനാണ്, നമ്മുടെ ഗ്ലാസ് എല്ലാം പൊട്ടിച്ചിട്ട് ഒന്നും മിണ്ടിയില്ലല്ലോ ഒന്നും. പക്ഷെ മിണ്ടാൻ ചെല്ലെന്നറിയാമോ? പാസ്റ്ററോട് ഇരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അറിയാമായിരുന്നു ഞാൻ എന്തോ പറയാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ പാസ്റ്റർ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ ഭയങ്കര കെയർഫുൾ വേർഡ്സാണ്. ആ കെയർഫുൾ വേർഡ്സ് കൊണ്ട് ഞാൻ ആരാണെന്ന് ഒരിക്കലും അറിയത്തില്ല. കെയർലെസ് ആയിട്ട് എൻ്റെ വായിൽ ആദ്യം വരുന്ന വാക്ക്, തിരുവല്ല ഞാൻ ബസ് കയറാൻ നിൽക്കുകയാണെന്ന് വെച്ചു,
ബസ്സുകാരൻ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനാണ് ക്യൂ നിന്ന് ബസ് കയറുകയാണ്. അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുത്തൻ വലിയൊരു സൂട്ട് കേസും കൊണ്ട് വന്നു. വലിയ ക്യൂവാ. അപ്പോൾ ഞാൻ കയറാൻ അങ്ങോട്ട് തുടങ്ങിയതാണ്. സൂട്ട് കേസും കൊണ്ട് ഒരുത്തൻ വന്ന് പെട്ടെന്ന് എന്നെ ഇടിച്ച് താഴെ ഇട്ടു. വണ്ടി മൂവ് ചെയ്തു. അപ്പോഴത്തേക്ക് അവൻ എൻ്റെ കാലേ കയറി ചവിട്ടി, എന്നെ ചവിട്ടി അരച്ചു. ഇവൻ വണ്ടിയെ കയറി. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് വണ്ടിയും വിട്ടുപോയി. അന്നേരം ഞാനെന്താ പറയും? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറയുമോ? അതോ എന്താണ് എൻ്റെ വായിൽ വരുന്ന ആദ്യത്തെ വാക്ക്? അന്നേരം എൻ്റെ വായിൽ വരുന്ന ആദ്യത്തെ വാക്കാണ് ഞാൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. ഇതുപോലെ എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ പാപത്തിൻ്റെ മട്ടും ഇളക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ ദൈവമേ, ഇപ്പോഴും ഇതൊക്കെയാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുക. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. പറയിച്ചപ്പം പറയാൻ അകത്ത് കിടന്നിട്ടല്ലേ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ പറയത്തില്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? ഓൾറെഡി ഇത് എവിടെ കിടപ്പുണ്ട്? ഉള്ളിൽ അടിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. എന്തിനാണെന്നറിയാമോ? ഇതെന്താണെന്ന്, ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ ആത്മാവിൻ്റെ കന്മഷത്തെയും കരിയിച്ച് കളയിക്കുവാൻ, തപിപ്പിക്കുവാൻ, അഫ്ലിക്റ്റിംഗ് മൈ സോൾ, അതാണ് ശരിക്കും ഉപവാസം എന്ന് പറയുന്നത്. അതിനാണ് ഉപവാസം എടുക്കേണ്ടത്. അതാണ് പ്രഥമമായി നമ്മൾ എടുക്കേണ്ടതായ ഉപവാസം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉപവാസം നിങ്ങൾ പുത്തരിക്കണ്ട മൈതാനത്ത് നടത്തിയാൽ നടക്കത്തില്ല. അത് നടക്കണമെങ്കിൽ ഞാൻ ഉപവാസമാണെന്നുള്ള മറ്റുള്ളവർ 16 പേരോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ നടക്കത്തില്ല. ഇന്നത്തെ ഉപവാസം മാമാങ്കങ്ങൾ, അതാ ശരിക്കും പറയേണ്ടത്. 40 ദിവസം ഉപവാസം ഉണ്ടെങ്കിൽ 80 പ്രസംഗകരും കാണും, 25 പാട്ട് ടീമും കാണും. ഒടുവിൽ പറയുന്നതെന്നറിയാമോ? ഉപവാസം നടത്തി നഷ്ടമായി പോയി. കാര്യം എല്ലാവർക്കും കൂടെ കാശ് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും അറിയിച്ചു, ഉപവാസത്തിന് ഭയങ്കര ചിലവായിരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ചിലവായിരുന്നു. എന്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്ത് ഇത്ര വലിയ ചിലവ്? വരുന്നവർക്കെല്ലാം കൊടുക്കണ്ടേ? ഉപവാസമല്ലേ? ഓ, അതിപ്പം ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാനറിലേ ഉള്ളൂ ഈ ഉപവാസമൊക്കെ. ഏതെങ്കിലും പാവങ്ങൾ 3-4 പേര് അവിടെ കാണാൻ ഇരിപ്പുണ്ടായിരിക്കും, കഴിക്കാതെയും കുടിക്കാതെയും. പാവങ്ങൾ അവരായിരിക്കും ഇവർക്കെല്ലാം ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. വാട്ട് ഈസ് ഇറ്റ് ആഫ്റ്റർ ഓൾ? ഇതാണോ ഉപവാസം? കർത്താവ് ചോദിക്കുക, കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ പരീശനെ പോലെ ആകരുത്, നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്, നിങ്ങൾ ഉപവസിക്കുകയാണെന്നുള്ള കാര്യം വേറെ ഒരു മനുഷ്യനും അറിയരുത്. അത് പറയാനായിട്ട് പരിശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ആർ നീഡഡ്. പുട്ട് യുവർ ലൈഫ് ത്രൂ ഡിസിപ്ലിൻ, ബട്ട് ഡു നോട്ട് സേ എ വേർഡ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ വെൻ യു പ്രൊജക്റ്റ് ഇറ്റ്, വെൻ യു മേക്ക് ഇറ്റ് നോൺ ടു അതേഴ്സ്, അതിൻ്റെ ഗുണം തീർന്നു. നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു. നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വി നീഡ് ടു സീ ദാറ്റ് all our spiritual disciplines are in secret. അതാ ആദ്യം ആവശ്യമായ ഡിസിപ്ലിൻ. പരസ്യപ്പെടുത്തുവാൻ നമുക്കുള്ള ആ ഒരു വലിയ ടെൻഡൻസി മാറ്റിയിട്ട് അറയിൽ കടന്ന് വാതിലടച്ച് നാം കാണുന്ന ആ സ്വർഗസ്ഥ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്. അപ്പോഴാണ് നമ്മൾ ആരെ പോലെ ആയിത്തീരുന്നത്? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണൻ ആകുവിൻ. മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മജനനത്താൽ ലഭിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട്, ഹൃദയത്തിൻ്റെ ആഴത്തിലെ എല്ലാ കള്ളത്തരങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട്, ശുദ്ധീകരണം പ്രവൃത്തിയുടെ തലത്തിലല്ല, മോട്ടിവേഷൻ്റെ പിന്നിലെ മോട്ടിവേഷൻ നോക്കിക്കൊണ്ട് ഹൃദയത്തെ കർത്താവ് ശോധന ചെയ്യുന്നതിലൂടെ ആണ് നമ്മൾ നേടിയെടുക്കുന്നത്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം, അത് ശുദ്ധീകരിക്കുവാനുള്ള മാർഗം എന്താണ്? നാമും ദൈവവും തമ്മിലുള്ള നമ്മുടെ ഭക്തിയുടെ ലോകത്തിൽ നിന്ന് മനുഷ്യനെ വലിച്ചു മാറ്റിക്കളയുക. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുക. നിങ്ങളും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.